ഞങ്ങൾക്കൊക്കെ പിതൃതുല്യനായ നമ്മുടെ നാട്ടിലെ മതകീയ വിദ്യാഭ്യാസ സാമൂഹിക രംഗത്തൊക്കെ നമുക്ക് നേതൃത്വം നൽകുന്ന ചുണ്ടയിൽ മൊയ്തു ഹാജി അടക്കമുള്ള ഈ പ്രദേശത്തെ കാരണവന്മാരെ അല്ലാഹു ഇതുപോലെ അവന്റെ സ്വർഗ്ഗലോകത്ത് ഒന്നിച്ചു നിൽക്കാനും സന്തോഷിക്കാനും നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ നോമ്പിന് ശേഷം നമ്മിൽ നിന്ന് മരണപ്പെട്ടവർ, അതിനു മുമ്പേ മരണപ്പെട്ടവർ, ഈ മഹല്ലിനും മസ്ജിദിനും സേവനം ചെയ്തവർ, അവരുടെ ഖബറിലേക്കൊക്കെ അല്ലാഹു ഇതിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മൾ മരിച്ചു പോയാലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന മജ്‌ലിസുകൾ അല്ലാഹു നമുക്ക് ബാക്കിയാക്കി തരുമാറാവട്ടെ. വിശ്വാസികളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ സന്ദർഭം ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ, അത് വിശുദ്ധ റമദാനാണ്. അത്രമേൽ പുണ്യങ്ങൾ കായ്ക്കുന്ന, പുണ്യങ്ങൾ വിളയുന്ന ഒരു സുന്ദരമായ കാലം ആയുസ്സിൽ ഒരിക്കലും വിശ്വാസികൾക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ടാണ് 30 ദിനരാത്രങ്ങളെ സൽക്കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ സൽക്കരിക്കുന്നത്. അതുവഴി അല്ലാഹുവിലേക്കുള്ള നമ്മുടെ യാത്രയെ നമ്മൾ സുഖകരമാക്കുകയാണ്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ആരെ പോലെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, കുൻ ഫിദ്ദുന്യ കഅന്നക ഗാബിറുസ് സബീൽ. ഞാനും നിങ്ങളും ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ്. ബസ് സ്റ്റോപ്പിൽ നമ്മൾ എത്ര സമയം നിൽക്കും? ഒരു ഫിക്സഡ് ആയ ടൈമിൽ വരേണ്ട ഒരു ബസ് ഉണ്ട്. ബസ് വരുന്നവരെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കാറുള്ളൂ. മുഅ്മിനായ മനുഷ്യൻ ഭൂമിയിലെ യാത്രക്കാരനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബസ് വന്നാൽ കയറി പോവണം. അതിനിടയിലുള്ള ചില ചടങ്ങുകളും കർമ്മങ്ങളും അത് ഏറ്റവും മനോഹരമായ രൂപത്തിലാക്കുക എന്നതാണ് പ്രധാനം. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫ, അഷ്റഫുൽ ഖൽഖിന്റെ ഏറ്റവും പ്രഗൽഭനായ സഹാബി സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ളുൽമി വ കുഫ്രി. അല്ലാഹുവേ, എന്റെ ളുൽമും കുഫറും നീ പുറത്തു തരണമേ. ഇങ്ങനെ അല്ലാഹുമ്മ ഗ്ഫിർ ലീ ളുൽമി വ കുഫ്രി. പള്ളിയിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും, എന്റെ ളുൽമും എന്റെ കുഫറും നീ എനിക്ക് പുറത്തു തരണം. സ്വഹാബിമാർ ഇത് കേട്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, യാ അമീറൽ മുഅ്മിനീൻ ഹാദൽ ളുൽമ ഫമാ ബാലുൽ കുഫ്ർ. ളുൽമ പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ളുൽമാണ്. ഒരാളെ സാമ്പത്തികമായി വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ളുൽമാണ്. ശാരീരികമായി ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ളുൽമാണ്. വില പേശി കച്ചവടക്കാരന്റെ നഷ്ടവും നമുക്ക് ലാഭമായിട്ട് വാങ്ങിപ്പോന്നിട്ടുണ്ടെങ്കിൽ ളുൽമാണ്. ളുൽമ് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. പക്ഷേ നിങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ കരം പിടിച്ച സഹാബിയാണ്, അഷ്റഫുൽ ഖൽഖിനെ കണ്ണുകൊണ്ട് കണ്ട സഹാബിയാണ്, അഷ്റഫുൽ ഖൽഖിനെ മതി വരുവോളം ആസ്വദിച്ച മഹാനാണ്. നിങ്ങൾ എന്ത് കുഫറാണ് ചെയ്തത്? അത് വല്ലാത്തൊരു ദുആയല്ലേ. എന്റെ കുഫർ പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ ഞാൻ കാഫിറാകുന്നത് എനിക്ക് ഇല്ലാത്തതാക്കി തരണം. അതെന്താണ്? ഫാറൂഖ് എന്നവര് പറഞ്ഞ മറുപടി എന്താ? പരിശുദ്ധ ഖുർആന് പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഇൻസാന ലളുലൂമുൻ കഫാർ. മനുഷ്യൻ കാഫിറായി തീരുന്നത് അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാതിരിക്കുമ്പോഴാണ്. ഏറ്റവും വലിയ കുഫർ എന്ന് പറയുന്നത് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളോട് നിഷേധ സ്വഭാവം കാണിക്കലാണ്. അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താതിരിക്കലാണ്. ഫാറൂഖ് തങ്ങൾ പറയുമായിരുന്നു,
എപ്പോഴും ദ്വാരക്കുന്നതാണ്. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ എനിക്ക് അവസരം തരണം. അല്ലെ? നമ്മൾ പുറത്തെ ചൂടുന്ന് ഈ അകത്തെ ശീതീകരിച്ച റൂമിലേക്ക് കയറുമ്പോൾ പറയണം അൽഹംദുലില്ലാഹ്. എന്തൊരു സുഖമാണ്, എന്തൊരു സന്തോഷമാണ്. നന്ദി രേഖപ്പെടുത്താൻ അത്ര വലിയ മെനക്കേടൊന്നുമില്ല. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലയർളാ മിനൽ അബ്ദി അൻ യഅകുലൽ അകലത ഫയഹ്മദ. നന്ദി എന്ന് പറഞ്ഞ 24 മണിക്കൂർ സുജൂദ് കിടക്കാൻ പറഞ്ഞിട്ടില്ല. ഒരു ദിവസം 30 ജുസും ഓതി തീർക്കണമെന്നും പറഞ്ഞിട്ടില്ല. അൻ യഅകുലൽ അകലത ഫയഹ്മദ. ഒരു ഉരുള ചോറ് ഉരുട്ടി അണ്ണാക്കിലേക്ക് വെക്കാൻ നിനക്ക് തൗഫീഖ് ലഭിച്ചോ? അൽഹംദുലില്ലാഹ്. നന്ദി പറഞ്ഞല്ലോ നീ. ഒരു പത്തിരി കഷ്ണം ചാറിൽ മുക്കി വായിൽ വെക്കുമ്പോഴുള്ള സന്തോഷം അൽഹംദുലില്ലാഹ്. ഫയശ്റബ ശർബത ഫയഹ്മദ. ഒരിറക്ക് വെള്ളം കുടിച്ചു അൽഹംദുലില്ലാഹ്. വിശ്വാസിയായി നമ്മൾ. എന്നോട് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പോയപ്പോ പറഞ്ഞു, ഉപ്പാക്ക് സുഖമില്ല. ഉപ്പ ആരും കാണാതെ അടുക്കളയിൽ കയറി ഫ്ലാസ്ക് തുറന്നിട്ട് പതച്ച വെള്ളം അണ്ണാക്കിലേക്ക് ഒഴിക്കാറുണ്ട്. കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല, കിഡ്നി ഫെയിലിയർ ആണ്. അണ്ണാക്കിന്റെ ദാഹം മാറാൻ വേണ്ടി അണ്ണാക്കങ്ങ് ഉരുകിപ്പോവട്ടെ എന്ന് കരുതി പതച്ച വെള്ളം അണ്ണാക്കിലേക്ക് എന്റെ ഉപ്പ ഒഴിച്ചു ഉസ്താദേ എന്ന് പറഞ്ഞു. നമുക്ക് അക്കുഴപ്പമില്ലല്ലോ. വെള്ളം കുടിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ടല്ലോ. ഫയഹ്മദ. അല്ലാഹുവിനെ സ്തുതിക്കണം. ഞാൻ നന്ദിയുടെ ഏറ്റവും ചെറിയ രൂപം പറഞ്ഞതാണ്. അത്രേ പണിയുള്ളൂ. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അല്ലാഹുവിനെ കൊടുക്കേണ്ടത് കൊടുക്കുക. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഒരുപാട് വഴങ്ങും ഒരുപാട് പ്രഭാഷണങ്ങളൊന്നും വേണ്ട. കഫാ ബിൽ മൗതി വാഇദാ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും നല്ല ഉപദേശകൻ അവന്റെ മരണമാണ്. നമ്മളൊരു വാട്സപ്പ് എടുത്തു നോക്കും. സുബഹിയൊക്കെ നിസ്കരിച്ച് ഞാൻ ഇപ്പൊ സ്കൂളിൽ എത്തിയപ്പോ വാട്സപ്പ് എടുത്തു നോക്കി. 2 പ്രായമുള്ള ഉമ്മമാരിന്റെ നാട്ടിൽ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു അവർക്ക് മൗഫറത്ത് കൊടുക്കട്ടെ. നമ്മളതൊരു സ്ഥിര വാർത്തയാക്കി നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ചില തംബ്നെയിലുകൾ ഉണ്ടാവും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലേ? അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മളത് ബാധിക്കുന്നില്ല. അതേതോ ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചു, അവിടെ താർപ്പായ കെട്ടട്ടെ, അവിടെ കസേര. നമ്മൾ അങ്ങനെയല്ല. റസൂലുള്ളാഹി പറഞ്ഞു, കഫാ ബിൽ മൗതി വാഇദാ. ഏറ്റവും നല്ല വഅദുകാരൻ മരണമാണ്. അതിന് കബീർ വാക്കവിന്റെ വഅദ് കേൾക്കണോ, നൗശാദ് വാക്കവി വേണമെന്നൊന്നുമില്ല. ആരെങ്കിലും ഒരാൾ മരിച്ചെന്നു കേട്ടാൽ അത് മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ ഉപദേശങ്ങളെ കൊത്തിവെക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വഖഫാ ബിൽ യഖീനി ഗൈനൻ. ഏറ്റവും വലിയ സമ്പത്ത്, സമ്പന്നത എന്ന് പറയുന്നത് 4 ബാങ്കിന്റെ ATM കാർഡ് പോക്കറ്റിലുണ്ടെന്ന് അഭിമാനിക്കലല്ല. 4 ബാങ്കിലൊക്കെ അക്കൗണ്ട് ഉണ്ട്, ശരി, അത് ഐശ്വര്യമാണ്. ഹബീബ് പറഞ്ഞു, കഫാ ബിൽ യഖീനി ഗൈനാ. സമ്പന്നത, ഐശ്വര്യത, സമൃദ്ധി എന്ന് പറഞ്ഞാൽ യഖീനാണ്. എന്താ യഖീൻ? ഡിക്ഷണറി മറിച്ചിട്ട് നോക്കിയാൽ യഖീൻ ഉറപ്പ് എന്നർത്ഥം കേട്ടാ. ഉറപ്പ്. എന്താണ് ഏറ്റവും ഉറപ്പുള്ള സംഗതി? നമ്മള് കണ്ണൂരേക്ക് ട്രെയിൻ ബുക്ക് ചെയ്തു. മെസ്സേജ് ഒക്കെ വരും ഫോണിൽ, ഇല്ലേ? ചിലപ്പോൾ പറയുന്നത് ട്രെയിൻ ക്യാൻസൽഡ് ആണ്, ഖത്തറിലേക്ക് പോവാണ്, ടിക്കറ്റ് ഒക്കെ റെഡിയാണ്. ചിലപ്പോൾ 2 ദിവസം മുമ്പ് പറയും ചെറിയ പ്രശ്നമുണ്ട്, ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണ്. ഈ ബസ്സിൽ പോകുന്നവർ കോഴിക്കോടേക്ക് പോവാണല്ലേ, വടകരക്ക് പോവാണ്. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ടയർ പഞ്ചറായി, ബസ് വിടുത്തോളെ നിങ്ങളൊക്കെ ഇറങ്ങിക്കോന്ന് പറയും. ദുനിയാവ് അങ്ങനെയാണ്, ഉറപ്പില്ല. എന്നാൽ സത്യവിശ്വാസിക്ക് ഏറ്റവും വലിയ ഉറപ്പുള്ളത് എന്താണ്? വഅബ്ദു റബ്ബക ഹത്താ യഅതീകൽ യഖീൻ. ഒന്നുകൂടി, വഅബ്ദു റബ്ബക ഹത്താ യഅതീകൽ യഖീൻ. ഇബാദത്ത് ചെയ്യണം നിങ്ങൾ, നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഖുർആൻ ഓതണം. ഏതുവരെ? അതിന്റെ ലിമിറ്റേഷൻ,
അതിന്റെ ബൗണ്ടറി ഏതാണ്? ഹത്താ യഅതീകൽ യഖീൻ. യഖീൻ വരുന്നത് വരെ എന്ന ഖുർആന്റെ പ്രയോഗം. യഖീൻ എന്നാൽ എന്താണ്? മുഫസ്സിറുകളായ മുഫസ്സിറുകൾ എല്ലാവരും പറഞ്ഞു അൽ യഖീനു അൽ മൗതു, ഏറ്റവും ഉറപ്പുള്ള ഒരേ ഒരു സംഗതി, ടൈം ഷെഡ്യൂൾഡ് ആയിട്ട് നടക്കുന്ന, ടൈം ബോണ്ട് ആയിട്ട് നടക്കുന്ന ഒറ്റ സംഗതിയേ ഉള്ളൂ, മരണമാണ്. ഒന്നുകൂടി, അറബിയിൽ മരണത്തിന് മൗത്ത് എന്ന് പറയും, എല്ലാവർക്കും അറിയാലോ മൗത്ത്. എന്നാൽ അതിന്റെ ഒരു മുതറാദിഫ്, അതിന്റെ ഒരു പര്യായ പദം, അതിന്റെ ഒരു സിനോണിംസ് യഖീൻ എന്നാണ്. മൗത്ത് എന്ന അതേ അർത്ഥത്തിൽ യഖീൻ എന്ന് ഉപയോഗിക്കും. യഖീൻ എന്നാൽ മലയാളത്തിൽ ഉറപ്പ് എന്നാണ്. മരണത്തിന്റെ പര്യായ പദം ഉറപ്പാണ്. ബാക്കി നിങ്ങൾ ചിന്തിക്കുക. ഒരു അണുവിട അല്ലാഹു മാറ്റുകയില്ല. സയ്യിദുനാ ഫാറൂഖ് തങ്ങൾ വഫാത്തായി, ഓർക്കുന്നില്ലേ? ഷഹീദായതാണ്. മരണാസമയത്ത് അവരുടെ കയ്യിലുള്ള മോതിരം അഴിച്ചു വെച്ചു. താരീഖിലുണ്ട്, ഷഹീദായി മരണപ്പെട്ടതാണ്. മോതിരം അഴിച്ചു വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകനാകുന്ന മുത്തബിഉസ്സുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവര് ഉപ്പാന്റെ മോതിരം എടുത്തു നോക്കുമ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കഫാ ബിൽ മൗതി വാഇദാ. മിഹ്റാബിൽ വെച്ച് കുത്തേറ്റ് പടഞ്ഞു വീണവരാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ. ഏത് സമയവും മോതിരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കഫാ ബിൽ മൗതി വാഇദാ, എന്റെ ഏറ്റവും വലിയ ഉപദേശകൻ മരണമാണ്. ഈ യാത്ര തീരും. അതാ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഈ യാത്ര തീർന്നേ പറ്റൂ. ഫാറൂഖ് എന്നവരൊരു പ്രത്യേക പ്രായമെത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു പറഞ്ഞു, നിനക്ക് ഞാനൊരു തൊഴില് തരാം. നല്ല ജോലിയാണ്, പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ല. എന്താ പണി? എന്നെ കാണുമ്പോഴൊക്കെ പറയണം, മോനെ യാ ഉമറു ഇന്നക സതമൂത്, ഉമറേ നിങ്ങൾ മരിക്കും എന്നൊരു ഡയലോഗ് പറയാൻ ഉദ്യോഗസ്ഥനെ നിയമിച്ചോ സയ്യിദുനാ ഫാറൂഖ്. ഞാനെന്തിനാ ഈ ഫാറൂഖ് തങ്ങളെ തന്നെ പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, ധീരനാണ്, ശൂരനാണ്, പരാക്രമിയാണ്. എന്നാൽ ആ ഒരു മനസ്സ് വായിക്കണം നിങ്ങൾ. ഒരാൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് സാലറി കൊടുത്തത് എന്തിനാ? ആ ഡയലോഗ് താരീഖിന്റെ കിതാബുകളിൽ പ്രധാനമാണ്. ഇന്നക സതമൂത്, ഉമറേ നിങ്ങൾ മരിക്കും എന്ന് എന്നെ കാണുമ്പോഴൊക്കെ പറയണം. ചെറുപ്പക്കാരൻ അത് പറയും. മാസാമാസം സാലറി ബില്ലൊക്കെ എഴുതി വാങ്ങിപ്പോകും. ഒരു ദിവസം അയാളെ പിരിച്ചു വിട്ടു. അതാ ക്ലൈമാക്സ്. ഒരു ദിവസം ഈ ചെറുപ്പക്കാരനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി. കുടുംബക്കാർക്കിടയിൽ വലിയ വിഷമായി. ഇതുവരെ പ്രത്യേകിച്ച് അധ്വാനമൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നോ? ആരപ്പം ചോദിക്കുക? ഖലീഫയോട് ചോദിക്കണ്ടേ, എന്തിനാണ് ഇവൻ ഒഴിവാക്കിയത്? ഇവൻ വല്ല പൊരുത്തക്കേടും കാണിച്ചോ? വല്ല അനുസരണക്കേടും കാണിച്ചോ? പ്രായമുള്ള ആള് പറഞ്ഞു, ഞാൻ ചോദിക്കാം ഉമറിനോട്. ചോദിച്ചു. റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ആ നീണ്ടു വാർന്നു കിടക്കുന്ന താടിരോമത്തിൽ നിന്ന് ഒരു താടിരോമം കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടില്ലേ, എന്റെ ഒരു താടിരോമം വെളുത്തിട്ടുണ്ട്, നരച്ചിട്ടുണ്ട്. ഇനി മരണത്തെ ഓർമ്മിപ്പിക്കാൻ എനിക്ക് ഉദ്യോഗസ്ഥന്റെ ആവശ്യമില്ല. ഈ താടി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും, യാ ഉമർ ഇന്നക സതമൂത്. സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു യാത്ര തീരുമെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച മഹാനാണ്. അത്രയേ ഉള്ളൂ. ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. നബിയെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത്, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, നമുക്ക് അല്ലാഹു വിധിച്ചതെല്ലാം ഈ ഭൂമിയിൽ സംഭവിക്കും. സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത അറബേതര രാജ്യങ്ങളുടെ വാർത്തകൾ വരികയാണ്. ഇറാനിലെ മുസ്ലിങ്ങൾക്ക് സമാധാനമില്ല. GCCയിലുള്ള നമ്മുടെ സഹോദരന്മാരൊക്കെ ബേജാറിലാണ്. എന്താ ചെയ്യേണ്ടത്? ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ,
അള്ളാഹു രേഖപ്പെടുത്തിയ സംഗതികളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. ഒരു മാറ്റമില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, യുദ്ധമൊക്കെ തുടങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ ഇറാനിൽ ആത്മീയ നേതാവ് മരണപ്പെട്ടു ഇല്ലേ. ഞാനെന്നാ ഇവരിത്രയേ ഉള്ളൂ എന്നാ ഞാൻ ചിന്തിച്ചത്. അവർ ഏറ്റവും വലിയ ആത്മീയ നേതാവ് രണ്ടാമത്തെ ദിവസം അവര് മരണപ്പെട്ടു പോയി. അതാണ്, അത് അള്ളാഹുവിന്റെ ഒരു നിശ്ചയം, ഒരു തീരുമാനമുണ്ടാകും. എന്നാൽ പിൽക്കാലക്കാര് മറ്റു ദേശക്കാർ അതിൽ നിന്ന് വായിക്കുന്ന പാഠം എന്താ? ഹുവ മൗലാന, അള്ളാഹുവാണ് നമ്മുടെ മൗല. മൗല എന്ന പ്രയോഗം നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നവൻ തമ്പുരാനാണ്. വിശ്വാസികൾ മിസൈലിന്റെ വലിപ്പം പറഞ്ഞിട്ട്, ബോംബാഴ്സ്മെന്റിന്റെ ശക്തി പറഞ്ഞിട്ട് അഭിമാനിക്കൂല. സത്യവിശ്വാസികൾ സർവ്വതും അല്ലാഹുവിലേൽപ്പിക്കും. നമസ്കാരത്തിലും ഇന്ന് നാസിലത്തിന്റെ ഖുനൂത്ത് ഓതി. അതെന്താ? നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങുക, അല്ലാഹുവിലേക്ക് കൈ ഉയർത്തി മടങ്ങുക. ഇതാണ് സത്യവിശ്വാസികളുടെ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മൾ അല്ലാഹുവിന്റെ സ്വന്തക്കാരായി തീരുക. അതിനാണ് നോമ്പ്. നോമ്പ് അങ്ങനെ ഒറ്റപ്പോക്ക. ആദ്യത്തെ 10 ഞാൻ ഇന്ന് എന്റെ സ്കൂളിൽ ഒരു മാഷോട് ചോദിച്ചു, ഇന്ന് എത്ര നോമ്പ്? എനിക്ക് ഓർമ്മയില്ല സത്യം പറയാം. കാരണം പണ്ടൊക്കെ നമ്മളിങ്ങനെ എണ്ണം പിടിക്കുകയായിരുന്നു. ഇന്ന് 13 എന്ന് പറഞ്ഞു. പെട്ടെന്ന് കഴിഞ്ഞു പോവുക. മൗഫറത്തിന്റെ 10-ലാണ്. അല്ലാഹു നമുക്ക് മൗഫറത്ത് പ്രദാനം ചെയ്യട്ടെ. മഹാനായ മുഹമ്മദുൽ വാസിബുൽ അസജി എന്നവര് പറയുമായിരുന്നു, പടച്ചോൻ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. വൺ വേ ടോക്ക് ആവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കും, പടച്ചോൻ എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ചിലര് പറയും കണ്ണാണ്. പടച്ചോൻ ഈ കണ്ണില്ലായിരുന്നെങ്കിൽ എന്താണ് അവസ്ഥ, അല്ലെ? ചിലര് പറയും ചെവിയാണ്, ചിലര് പറയും നാവാണ്. എല്ലാ അനുഗ്രഹങ്ങളാണ്. മുഹമ്മദ് ബിൻ വാസിബുൽ അസജി എന്നവര് പറഞ്ഞു, ലൗ കാന ലിദ്ദുനൂബി റീഹുൻ, ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിന്റെ ദുർഗന്ധം അല്ലാഹു ശരീരത്തിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ, ഉച്ച സമയമാണ് എനിക്കറിയാം, നന്നായിട്ടൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ദുർഗന്ധത്തെ അല്ലാഹു നമ്മുടെ ശരീരത്തിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ, ഉദാഹരണം, ഞാനൊരു കള്ളത്തരം പറഞ്ഞു, ഒരു കളവ് പറഞ്ഞു, അല്ലാഹു ഒരു ദുർഗന്ധം എന്റെ ശരീരത്തിൽ അതിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, മാ ഖദറ അഹദുൻ അൻ യജ്ലിസ ഇലയ്യ മിൻ അഹ്ലിൽ അർള്, ഭൂമിയിൽ രണ്ടാൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാൻ പറ്റൂല, അല്ലേ? നമ്മൾ ചെയ്യുന്ന തെറ്റൊക്കെ ദുർഗന്ധമായിട്ട് ശരീരത്തിലുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? അത്ര തെറ്റ് ചെയ്യുന്നില്ലേ? വീട്ടിൽ പെണ്ണുങ്ങളടുത്ത് ഇരിക്കാൻ പറ്റുമോ? അവള് പറയേ വാസനിക്കുന്ന നിങ്ങളെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. മുഹമ്മദ് ബിൻ വാസിൽ തങ്ങൾ പറഞ്ഞു, ഇത് ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ? എന്നാൽ തെറ്റ് ചെയ്യുന്ന മനുഷ്യന്റെ ആത്മാവിന് ദുർഗന്ധങ്ങൾ വരും. ആകാശ ലോകത്തെ ചിത്രങ്ങൾ പകർത്തി തന്നിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. മിഅ്റാജിന്റെ രാവിൽ ആകാശം കണ്ടങ്ങ് പോന്നതല്ല, ആകാശ ലോകത്തെ സർവ്വ ചിത്രങ്ങളും പകർത്തി നമുക്ക് തന്നു. എന്നിട്ട് പറഞ്ഞില്ലേ, ഏത് തിരക്കാണെങ്കിലും, നമ്മളൊരു നാടക ഉദാഹരണം പറയാം, എത്ര വലിയ ബ്ലോക്ക് ആണെങ്കിലും ഒരു ആംബുലൻസ് സൈറൺ മുഴക്കി വന്നാൽ എല്ലാവരും എന്താവും? അങ്ങനല്ല മനുഷ്യന്മാരെ, ഒരു ആംബുലൻസ് സൈറൺ ഇട്ട് വന്ന എല്ലാ വണ്ടിക്കാരും 2 സൈഡോട്ടങ്ങായി കൊടുക്കും. ഇതുപോലെ ആഖിറത്തിൽ ഒരു രംഗമുണ്ട്. ചില മനുഷ്യന്മാരുടെ റൂഹ് പിടിച്ച് അസ്റായീൽ വരുന്ന നേരത്ത് മലായികത്ത് മൂക്ക് പൊത്തി 2 സൈഡിലേക്ക് മാറി നിൽക്കുമെന്ന് സ്വാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ചില റൂഹിനെ പിടിച്ചു കൊണ്ടുവരും മലക്കൾ 2 സൈഡിലോട്ട് മാറി പെട്ടെന്ന് കൊണ്ടുപോ. ദുർഗന്ധം വമിക്കുന്ന ആത്മാവുകളാണത്. തെറ്റു ചെയ്യുന്നവന്റെ ആത്മാവിൽ അല്ലാഹു ദുർഗന്ധത്തെ നിക്ഷേപിക്കും. നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്ത ആത്മാവിനെയോ സുഗന്ധപൂരിതമായിട്ട് തങ്ങളൊക്കെ വന്ന് എല്ലാവരും തിരക്കോട്ട്, ഒന്ന് ഞാനും കൈ കൊടുത്തോട്ടെ, ഒന്ന് ഞാനും കൈ കൊടുത്തോട്ടെ, തിരക്കുണ്ടാവും. അതുപോലെ നല്ല മനുഷ്യന്റെ റൂഹ് കൊണ്ടുപോകുമ്പോ അസ്റായിൽ ഒരു സ്വൈര്യവും കിട്ടൂല. മലക്കൾ ഒന്ന് ഞാനും കണ്ടോട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത്തരം ആത്മാവുകളിൽ പെടണം.
മുഹമ്മദ് ബിൻ വസീർ തങ്ങൾ പറയാണിത്. ആലോചിക്കേണ്ട വളരെ ഗൗരവമാർന്ന കാര്യമല്ലേ? നമ്മൾ എത്ര ഉണ്ടായാലും ഞാൻ ഒന്നുമല്ല എന്നുള്ളൊരു തോന്നലാ വേണ്ടത്. അതാണ് മുഅ്മിനിന്റെ ലക്ഷണം. നമ്മൾ ചെറുതാണ്, ഞാൻ ഒന്നുമല്ല. അയ്യൂബ് സഖ്തിയാനി എന്നവർ പറയുമായിരുന്നു, ലൗ ദുകിറ സ്വാലിഹൂൻ കുന്തു അൻഹും ബിമഅസിൽ. വലിയ വലിയ ആൾക്കാരെ സദസ്സിലൊക്കെ ചെന്നാല് ഞാൻ അവിടെ ഇരിക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ നമ്മുടെ ഉസ്താദുമാരെയൊക്കെ പരിശോധിച്ചു നോക്ക്, അവർ വളരെ വിനയാന്വിതരായിരിക്കും. ഞാൻ ഒന്നുമല്ല എന്ന് പറയും, ഞാൻ ഒന്നുമല്ല. അത് മഹാന്മാരുടെ സ്വഭാവമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ ദുനിയാവ് എന്തെങ്കിലുമൊക്കെ ആവണ്ടേ? അതല്ലല്ലോ, ദുനിയാവ് ഒന്നും അല്ലല്ലോ. ചത്ത ആടിന്റെ കൊമ്പിന്റെ വില ദുനിയാവിന് ഞാൻ കൊടുക്കുകയില്ലെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ചത്ത ആടിന്റെ കൊമ്പിന്റെ വില ദുനിയാവിനില്ല എന്നാ പറഞ്ഞത്. ലൗ ദുകിറ സ്വാലിഹൂൻ, സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മഖുന്തു അൻഹും ബിമഅസിൽ, ഞാൻ അതിലൊന്നും പെടൂലേ, ഞാൻ ഒന്നുമല്ല. ആരാ പറയുന്നത്? അയ്യൂബ് സഖ്തിയാൻ. അയ്യൂബ് സഖ്തിയാൻ തങ്ങളാരാ? ശ്രദ്ധിച്ചോ? ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്, നമുക്ക് ഉപകാരപ്പെടുന്നതൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു നമ്മുടെ മനസ്സിൽ അത് സേവ് ആക്കി തരട്ടെ. അയ്യൂബ് സഖ്തിയാൻ എന്നവർ ഹജ്ജിന് പോയി. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഉംറക്ക് കൊണ്ടു, ഉംറന്റെ ഒരു അമീർ ഉണ്ടാവും, നോട്ടീസൊക്കെ കാണാം, ഉംറ ആരംഭിച്ചു എന്നൊക്കെ. അങ്ങനെ അമീറായിട്ട് പോയതാ ഹജ്ജിന്റെ. മക്കയിലെത്തി നോക്കുമ്പോൾ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ പരാതി, ഇതെന്താ അയ്യൂബ് തങ്ങളെ, ഇവിടെ വെള്ളമില്ല, കുടിക്കാനോ കുളിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾക്കൊന്നും വെള്ളമില്ല. അയ്യൂബ് തങ്ങൾ വലിയ മഹാന, അയ്യൂബ് സഖ്തിയാൻ. എല്ലാരും പരാതിയോടെ പരാതി. അയ്യൂബ് സഖ്തിയാൻ തങ്ങൾ ഒറ്റ ചോദ്യം ചോദിച്ചു, നിങ്ങൾ കറാമത്ത് കണ്ടിട്ടുണ്ടാ? കറാമത്ത് കണ്ടിട്ടുണ്ടാ? കറാമത്ത് കണ്ടിട്ടൊന്നുമില്ല, കറാമത്ത് ഉണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്നാൽ കണ്ടോ? മക്ക എന്ന് പറയുന്നത് മലകളുടെ നാടാണ്. താരീഖിൽ, ഹിസ്റ്ററിയിൽ മക്കയുടെ ഏറ്റവും വലിയ സവിശേഷം മലകൾ നിറഞ്ഞ നാടാണ്, അല്ലെ? സാധാരണയായിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മക്കയിൽ തുരങ്കപാതകൾ വന്നാൽ യാ അബാദർ, പൊന്നുമോനെ അബൂദർറെ, മക്കയിൽ തുരങ്കപാതകൾ വന്നാൽ, മലകളൊക്കെ ഇടിച്ചു നിരത്തി റോഡുകളാക്കുന്ന കാലം വന്നാൽ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ. അത് ഞങ്ങൾക്ക് തന്നതാ, നിങ്ങൾ ആലോചിച്ചോ? എന്റെ വിഷയം അതല്ല. മക്കയിലെ പർവ്വതങ്ങളൊക്കെ അപ്രത്യക്ഷമാകുന്ന കാലം വരും. അത് ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളങ്ങളാണ്. അയ്യൂബ് സഖ്തിയാനി തങ്ങൾ ഒരു മലയിലെ ഒരു പർവ്വതത്തിലെ ഒരു പാറക്കല്ലിലേക്ക് കൈ ഇങ്ങനെ വെച്ചു. നിങ്ങൾക്ക് വെള്ളല്ലേ ഇല്ലാത്തത്? കറാമത്ത് കണ്ടിട്ടുണ്ടോ? കണ്ടോ? എന്നിട്ട് കൈ ഒരൊറ്റ വലിക്കലാണ്. ഖുർആൻ പറഞ്ഞില്ലേ, ഇന്ന മിൻഹാ യതഫജ്ജറു മിൻഹൽ അൻഹാർ. ഭൂമിയിൽ ചില പാറക്കല്ലുകളുണ്ട്, അതിൽ നിന്നാണ് നദികൾ ഉറവ പൊട്ടിയൊലിക്കുന്നതെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ആ പാറക്കല്ലിന് കയ്യങ്ങ് വലിച്ചപ്പം വെള്ളങ്ങ് വരാൻ തുടങ്ങി. മനസ്സ് സംശയം വന്നോ? പാടില്ലേ? പാടില്ല. വെള്ളം വരാൻ തുടങ്ങി. കുളിച്ചോ, കുടിച്ചോ, ശേഖരിച്ചോ. മതിയോ? മതി. കൈ അവിടെ വെച്ചു, വെള്ളം അവിടെ നിന്നു. അതാണ് അയ്യൂബ് സഖ്തിയാൻ. അങ്ങനത്തെ മഹാനാണ്. അള്ളാഹു ചില ആളുകളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഞാൻ അവന്റെ കൈയാകും. കുന്തു യദഹുല്ലതി യബ്തിശു ബിഹാ. അല്ലാഹു ഒരാളെ കൈയാകുമെന്ന് പറഞ്ഞാൽ എന്താ? ആ കൈയോട് എന്തും നടക്കുന്നല്ലേ? അല്ലാഹു ഒരാളെ കണ്ണാവുമെന്ന് പറഞ്ഞാൽ അയാൾ ഏത് കാഴ്ചയും കാണും. അങ്ങനെയാണ്. അയ്യൂബ് സഖ്തിയാനി തങ്ങളാണത്. അവരാ പറഞ്ഞത്, ഞാൻ ഒന്നുമല്ല ദുനിയാവില്. ഈ ദുനിയാവില് എന്താവാനാണ്? ഇമാം മാലിക് ബിൻ അനസ് തങ്ങള് ഇവരെ കുറിച്ച് കേട്ടു. മദീനത്തെ പള്ളിയിലെ ഇമാമും ഖാദിയും മുഫ്തിയും 4 മദ്ഹബിന്റെ ഇമാമുകളിൽ അഗ്രഗണ്യനായ മാലിക് ബിൻ അനസ് തങ്ങളോട് ഒരാൾ പറഞ്ഞു, അയ്യൂബ് സഖ്തിയാനി തങ്ങൾ മദീനത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട്. മാലിക് എന്നവര് പറഞ്ഞു, ഞാൻ അവരിൽ നിന്നൊന്നും സ്വീകരിക്കൂല, ഞാൻ അവരുടെ അടുത്ത് ഹദീസ് സ്വീകരിക്കൂല, എനിക്ക് മനസ്സിലാവണം അവരാരാണ്. മാലിക് തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ മദീനത്തെ പള്ളിയിലെ തൂണിൽ ഇങ്ങനെ ചാരിയിരുന്ന് ആളുകൾക്ക് ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു, അൻ അബീ ഹുറൈറത ഖാൽ
ഖാല റസൂലുള്ളാഹി. ഉണ്ണിനബിയുടെ പേര് പറയുമ്പോഴേക്ക് കണ്ണ് വിറയ്ക്കുന്നു, കവിള് തുടിക്കുന്നു, കണ്ണുനീര് വന്ന് കരയുന്ന അബൂ സഫ്യാനി തങ്ങളെ മാലിക് ബിൻ അനസ് തങ്ങൾ ചേർത്തു പിടിച്ചു പറഞ്ഞു, എനിക്കും പഠിപ്പിച്ചു തരണം. 4 മദ്ഹബിന്റെ ഇമാമുകളിൽ അഗ്രഗണ്യനായ മാലിക് തങ്ങൾക്ക് ഹദീസ് പഠിപ്പിച്ചു കൊടുത്ത അയ്യൂബ് സഫ്യാനി എന്നവര് പറഞ്ഞു, ഈ ദുനിയാവിൽ എനിക്കൊന്നും വേണ്ട, ഇത് തീരുന്ന യാത്രയാണ്, തീർന്നു പോകുമെന്ന് ഉറപ്പുള്ള യാത്രയാണിതെന്ന് അയ്യൂബ് സഫ്യാനി തങ്ങൾ പറയുമായിരുന്നു. എന്റെ ഇടയിൽ ഒരു സംഗതി പറയണല്ലോ. മാലിക് ബിൻ അനസ് തങ്ങൾ പറഞ്ഞു, അയ്യൂബ് സഫ്യാനി എന്നവർ വലിയ മഹാനാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ കാര്യം എനിക്ക് ബോധ്യപ്പെടണം. അതെന്താ പറഞ്ഞത്? ഒരു ഇൽമ് പഠിക്കുമ്പോൾ ആരിൽ നിന്നെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു 2021 ശേഷം നമ്മളൊക്കെ മുഅ്മിനീങ്ങളല്ലേ, പുതിയൊരു ട്രെൻഡാണ്, എന്തെങ്കിലുമൊക്കെ പഠിച്ചാ മതി അല്ലെ, മദ്രസ പോവണമെന്നില്ല, യൂട്യൂബിൽ നിന്ന് കേട്ടാ മതി. എന്റെ നാട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ട്രെൻഡ്, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പുതിയ രക്ഷിതാക്കൾ, അത് ശരിയല്ല. ഇസ്ലാമിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എന്താ? ഇന്ന ഹാദൽ ഇൽമ ദീനുൻ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഇൽമ. ഇതെന്തിനാ നട്ടുച്ച 1 മണിക്ക് പള്ളിയിൽ ഒരു ഇൽമിന്റെ സദസ്സ്? ഇതാണ് ദീന്. ഇൽമില്ലെങ്കിൽ ദീനില്ല. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ പറഞ്ഞു, ഫൻദുറു അമ്മൻ തഖുദൂന ദീനകും. നിങ്ങളെ ദീന് നിങ്ങൾ ആരിൽ നിന്ന് പഠിക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. എവിടെ നിന്ന് പഠിച്ചാൽ പോരാ. ദീനിനെന്നും ഒരു നേതൃത്വം എന്തിനാ? അത് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രത്യേക വിഭാഗം എന്തിനാ? നമ്മൾ പരിശോധിച്ചു നോക്കുക. നമ്മുടെ ഉസ്താദിനെ പരിശോധിച്ചു, ഉസ്താദായ. അങ്ങനെ കുറച്ച് നേരം മുകളിലോട്ട് പോയാൽ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹ്. അതിനല്ലേ നമ്മൾ സനദ് എന്ന് പറയാ. അതെന്താ? നിങ്ങളെ പള്ളിയുടെ മുന്നിൽ കണ്ടല്ലോ റഹ്മാനി കോഴ്സിന്റെ പരസ്യം. എന്താ റഹ്മാനി കോഴ്സ്? അവിടെ സനദ് ദാന സമ്മേളനം ഉണ്ടാവും, നമ്മളൊക്കെ പോവാറില്ലേ? എന്താ സനദ്? നബിത്തങ്ങളിൽ നിന്ന് ഈ വിദ്യാർത്ഥിയിലേക്ക് എത്തുന്ന ഒരു സനദുണ്ട്, ഒരു ചങ്ങലയുണ്ട്. അത് പ്രധാന, അത് പൊട്ടിക്കാൻ പാടില്ല. കാരണം ഇൽമ എന്ന് പറഞ്ഞാൽ ദീനാണ്, ദീൻ എന്ന് പറഞ്ഞാൽ ഇൽമ തന്നെയാണ്. കാരണം അതൊക്കെ ആ ഒരു വിടവുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ മറ്റു റൂട്ടിലേക്ക് മാറിപ്പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവെന്ന നിസ്സാരതക്ക് പിന്നാലെ പോവേണ്ടതില്ല. ദുനിയാവ് വേണേ, ഇപ്പൊ നാളെ മുതൽ എല്ലാവരും പള്ളിയിൽ തന്നെ പണിക്കൊന്നും പോകുന്നില്ല, അങ്ങനത്തെ ദുനിയാവല്ല ഞാൻ പറഞ്ഞത്. ദുനിയാവ് തന്നെ അതിനുവേണ്ടി മാത്രം എന്നല്ല, ആഖിറത്തെ കുറിച്ചുള്ള ഓർമ്മകൾ വേണം. മഹാനായ സുഫിയാൻ സൗരി തങ്ങൾക്ക് അവരുടെ അവസാന കാലത്ത് വലിയ അസുഖം വന്നു. അസുഖം എന്ന് പറയുന്നത് ദുനിയാവിന്റെ ഒരു സ്വഭാവമാണ്. എന്താണ് അസുഖം? മൂത്രത്തിലൂടെ കറുത്ത ചാരങ്ങൾ കലർന്ന രക്തം വരിക. അല്ലെ, നമ്മൾ പറയും ഉസ്താദി ഒറ്റ സുബഹി ഒഴിവാക്കാത്ത ആളാ, മൂപ്പർ കണ്ടില്ലേ അവസാനം വലിയ ക്യാൻസർ ബാധിച്ചു, അങ്ങനെ പറയരുത്. ചിലർ പരിഹസിച്ചു പറയും, എല്ലാ സുബഹിക്കും പോയ ആളാ, മൂപ്പർപ്പം കിടപ്പിലായി പോയി, അങ്ങനെ പറയരുത്. കാരണം രോഗം എന്ന് പറഞ്ഞാൽ എന്താ മുഅ്മിനീങ്ങളെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഫുലാനൻ ഇബ്തലാ. ഒരാൾക്ക് അല്ലാഹുവിനോട് ഇഷ്ടം തോന്നിയാൽ അയാളെ അല്ലാഹു നിരന്തരമായി പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന് ഇഷ്ടമുള്ളവർക്ക് പല പരീക്ഷണങ്ങളും വരും. ഇമാം ശാഫിഈ തങ്ങൾ അവസാന കാലത്ത് സ്റ്റൂൾ വെക്കും, അതിന്റെ അടിയിൽ ഒരു പാത്രം വെക്കും. ദർസ് കഴിയുന്നപ്പോഴത്തേക്ക് പാത്രം നിറയെ രക്തം വന്നിട്ടുണ്ടാകും. അത്ര വലിയ രക്തസ്രാവം വന്നുപോയി. ആർക്ക്? എന്റെ ഈ ഭൂഖണ്ഡങ്ങൾ മുഴുവനും ഇൽമ കൊണ്ട് നിറയ്ക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പ്രവചിച്ച ഈ ഉമ്മത്തിന്റെ ഇമാമാകുന്ന ഇമാമുൽ ശാഫിഈ. അത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. സുഫിയാൻ സൗരി തങ്ങൾക്ക് മൂത്രത്തിലൂടെ രക്തം വരുന്നു എന്നല്ല, ഒരു കറുത്ത രക്തം വരുന്നു. ഇത് മനസ്സിലാക്കിയ ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ഒന്ന് ഡോക്ടറെ കണ്ടാളി. സുഫിയാൻ തങ്ങൾ സന്നദ്ധനായില്ല, അതൊന്നും വേണ്ട, എന്റെ ഒന്നും ആവശ്യമില്ല, പഠിച്ചോ തന്ന ആയുസ് തീരാറായിട്ടുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. ശിഷ്യന്മാര് പറഞ്ഞു, അത് പറഞ്ഞാൽ പറ്റൂല, നിങ്ങൾ പോണ്ട, നിങ്ങൾ മൂത്രം ഒരു ബോട്ടിലാക്കി തന്നേക്ക്, ഞങ്ങൾ ലബോറട്ടറിയിൽ കൊണ്ടുപോയി പരിശോധിക്കാം. അന്നത്തെ ലബോറട്ടറി സംവിധാനങ്ങളൊക്കെയാണ്. മൂത്രം പരിശോധിക്കാൻ കൊണ്ടുപോയി.
ഉസ്താദിന് സൂക്കേടുണ്ട് എന്ന് ഡോക്ടർ അറിയണ്ട, ശിഷ്യന്മാര് പേര് പറഞ്ഞു കൊടുത്തില്ല, ഇത് ആരതാന്ന് പറഞ്ഞു കൊടുത്തില്ല. പരിശോധിച്ച ലാബ് ടെക്നീഷ്യന്റെ ചോദ്യമുണ്ട്, ഈ രക്തം വല്ലാത്ത കനുള്ള ഒരു വർത്തമാനം ഉസ്താദുമാർക്ക് മനസ്സിലാകും. നിങ്ങൾ പേരൊന്നും പറയണ്ട, ഇത് സുഫിയാൻ തങ്ങളുടെ മൂത്രമാണ്. മൂത്രം നോക്കിയിട്ട് ഒരാൾ മനസ്സിലാവോ? മനസ്സിലായി. കാരണം ഇദ്ദേഹത്തിന്റെ ആന്തരികമായ ഭാഗങ്ങൾ, ശരീരത്തിന്റെ അകത്തുള്ള ഭാഗങ്ങളൊക്കെ ക്ഷതമേറ്റ് കരിഞ്ഞു പോയിട്ടുണ്ട്. അത് കാരണം രക്തം കിനിഞ്ഞ് കിനിഞ്ഞ് മൂത്രത്തിലൂടെ രക്തം വരുന്നത് ഇബാദത്തുകൾ ചെയ്തു ചെയ്ത് ചെയ്ത് ശരീരത്തെ മറന്നുപോയത് കൊണ്ടാണ്. ആളുടെ ഒരു സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലായി, ആളാരാന്നിപ്പോ മനസ്സിലായില്ലേ? എന്നാൽ ശിഷ്യന്മാരിൽ പ്രമുഖനാകുന്ന ഹമ്മാദ് ബിൻ സലമ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഉസ്താദിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്നു, ഉസ്താദിന് സുഖമില്ലല്ലോ. അപ്പം പറയുന്നുണ്ട്, ഹമ്മാദിന്റെ തലയിൽ കൈവച്ചിട്ട്, യാ ഹമ്മാദ് അത്സഉന്നു അന്ന മിസ്ലി യൻജു മിനന്നാർ. മോനെ ഹമ്മാദേ, എന്നെ പോലത്തെ ആൾക്കാരൊക്കെ നരകത്തുനിന്ന് രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടടാ? നൂറ്റാണ്ടിന്റെ ആളുകളാണിവർ. എല്ലാം കൊണ്ടും സമ്പന്നതയുണ്ട്, പക്ഷേ ദുനിയാവിൽ അങ്ങ് താഴ്ന്നു കൊടുക്കും. ഹമ്മാദേ, എന്നെ പോലെയുള്ള ആളുകളൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമോ എന്ന് ചോദിക്കണം. ദുനിയാവിനെ അവർക്ക് താല്പര്യമേ ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ടല്ലോ, അവസാനത്തെ സന്ദർഭം മാമിൻ നബിയ്യിൻ ഇല്ലാ ഖുയ്യിറ ബൈന ദുനിയാ വൽ ആഖിറ. എല്ലാ നബിമാരും വഫാത്താകുമ്പോൾ എല്ലാ നബിമാർക്കും അല്ലാഹു രണ്ട് ഓപ്ഷൻസ് കൊടുത്തു. ഖിയാർ ഓപ്ഷൻ കൊടുത്തു. എന്താ? റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടുണ്ട്, മരിക്കണമോ ഇനിയും ജീവിക്കണമോ. നബിമാരാ തീരുമാനിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ ബീവി പറയട്ടെ, ഉഗ്മിയ അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറസുഹു ഫീ ഹിജ്രി. അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ സന്ദർഭങ്ങൾ ആയിഷ ബീവി പരിചയപ്പെടുത്തുകയാണ്. എന്റെ മടിയിലാണ് കിടന്നത് റസൂലുള്ളാഹ്. ബോധം ഇങ്ങനെ പോകുന്നുണ്ട്, ഞാൻ അവിടുത്തെ തലയിങ്ങനെ തടവുകയോ ഞാൻ പടച്ചോനോട് ഇങ്ങനെ പറയുന്നുണ്ട്, പടച്ചോനെ എന്റെ നബിയുടെ സൂക്കേട് മാറ്റണേ. ഞാൻ തല ഇങ്ങനെ തടവുകയും ചെയ്യാണ്. നബിയുടെ ബോധം ഇങ്ങനെ മറയുന്ന നേരം റസൂലിന് പെട്ടെന്ന് ബോധമങ്ങ് തെളിഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറയുന്നുണ്ട്, ആയിഷ, എല്ലാ നബിമാർക്കും അല്ലാഹു ഇല്ലാ വഖദ് ഖുയ്യിറ ബൈന ദുനിയാ വൽ ആഖിറ. ആയിഷ, ജിബ്രീൽ വന്നത് കണ്ടില്ലേ? ജിബ്രീൽ എന്നോട് ചോദിക്കുന്നുണ്ട്, നബിയേ, ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തിനെ നിങ്ങൾക്ക് കാണണോ? അവരുടെ കൂടെ ജീവിക്കണോ? ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ആയുസ് വേണോ? പടച്ചോൻ തരും. കൊടുക്കൂലേ? അതെന്താ കൊടുക്കാണ്ട്? പടച്ചോൻ ഈ ഭൂമി ഉണ്ടാക്കിയതാർക്കാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ ചോദിക്കുന്നുണ്ട്, ഖിയാമത്ത് നാൾ വരെ അങ്ങേക്ക് ഈ ഭൂമിയിൽ ജീവിക്കണോ അതോ അല്ലാഹുവിലേക്ക് വരണോ? ആയിഷ, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചത് അർ-റഫീഖൽ അഅ്ലാ. അല്ലാഹുവിന്റെ റസൂൽ അവസാനം പറഞ്ഞ 3 വാക്യമാണത്. അർ-റഫീഖൽ അഅ്ലാ, ഉന്നതനായ കൂട്ടുകാരനെ കാണണം. എന്റെ മഹ്ബൂബായ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം. എനിക്കതു മതി. അതാണ് ദുനിയാ വിട്ട് പോവുക എന്ന് പറഞ്ഞ സന്തോഷമാണ്. പൊതുവെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞ ദുഃഖം നാട്ടുകാർക്കേ ഉള്ളൂ. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്ന ആളാ. മരിച്ചാർക്ക് ദുഃഖമല്ല. അയാൾ സ്വാലിഹാണെങ്കിലുണ്ടോ? ഇല്ലല്ലോ. ദുനിയാവെന്ന കുടുക്കുന്ന രക്ഷപ്പെട്ടു പോവല്ലേ. ആ സ്വലാഹിയത്തിന്റെ മരണം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇബ്രാഹിം നബിയുടെ അടുത്ത് ഇസ്രായേൽ വന്നു. ഇബ്രാഹിം നബി വളരെ പവറുള്ള പ്രവാചകനാണ്. അള്ളാന്റെ സ്വന്തം ആളല്ലേ, സ്വന്തം ആൾക്കാർക്ക് നല്ല പവറായിരുന്നു. അവിടെ നിൽക്കുന്ന പറഞ്ഞു, അവിടെ നിൽക്ക്. എവിടേക്കാ? ഇസ്രായേലിന് പേടിയായി. ഒന്നുമില്ല, റൂഹ് പിടിക്കാൻ പറഞ്ഞിരുന്നു ഇബ്രാഹിം നബിനോട്. റൂഹ് പിടിക്കാൻ പറഞ്ഞിരുന്നു. എന്റെ റൂഹോ? ഞാൻ അല്ലാഹുവിന്റെ ഖലീലാണ്. ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതൻ മരിച്ചോട്ടെ എന്ന് വിചാരിക്കോ? നല്ല
നല്ല കൂട്ടുകാര് രണ്ടാള്. നമ്മളൊന്ന് ആലോചിക്കും മനുഷ്യന്മാരെ, രണ്ട് നല്ല കൂട്ടുകാര്, മറ്റോനങ്ങ് മരിച്ചോട്ടെ എന്ന് വിചാരിക്കോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സൗഹൃദം കാപട്യമാണ്. ഞാൻ അള്ളാഹുവിന്റെ സുഹൃത്തല്ലേ, എന്നെ മരിപ്പിക്കാൻ പഠിച്ചോ തീരുമാനിക്കൂല. അക്കടി വേണ്ട അസ്രാഈലേ. ഫബുഹിത അസ്രാഈൽ, അസ്രാഈലിന് ഉത്തരം മുട്ടിയെന്ന്. എന്താ ഇപ്പൊ പറയാ? അസ്രായേൽ ഒരു നിമിഷം ഇങ്ങനെ സ്തബ്ധനായി, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഇങ്ങനെ നിന്നു. അപ്പോ അല്ലാഹു ഫഔഹല്ലാഹു ഇലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് അല്ലാഹു വഹി കൊടുക്കുകയാണ്. ജിബ്രീൽ മുഖേന വഹി കൊടുത്തു, യാ ഇബ്രാഹിം. എന്തിനാ ഇസ്രായേലിനെ സ്വീപ്പാക്കുന്നത്? മരണമെന്ന് പറയുന്നത് രണ്ട് സ്നേഹിതന്മാർ തമ്മിൽ കണ്ടുമുട്ടുന്ന സമാഗമമല്ലേ? സ്നേഹിതൻ സ്നേഹിതനെ കണ്ടുമുട്ടുന്ന നേരമാണ് മരണം. പടച്ചോനെ സൃഷ്ടി കണ്ടുമുട്ടുന്ന നേരമാണ് മരണം. ഇബ്രാഹിം നബി അസ്രായേലിനെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുപോ, എനിക്ക് അല്ലാഹുവിന്റെ അടുത്ത് എത്തണം. ദുനിയാവ് സ്റ്റോപ്പ് ചെയ്ത് പോവാൻ ഏതു സമയത്തും നമ്മൾ സന്നദ്ധരാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകുമുൻ നിസാഉ വത്തീബ്. ഈ ദുനിയാവിൽ എനിക്ക് രണ്ട് കാര്യം ഇഷ്ടം. സയ്യിദുനാ റസൂലുള്ളാഹി മകൻ പറയും, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൽ എനിക്ക് ഇഷ്ടം രണ്ട് കാര്യം. അന്നിസാ, എന്റെ ഭാര്യമാർ. പെണ്ണുങ്ങളോട് നല്ല ഇഷ്ടം വേണം, ഭാര്യമാരോട് നല്ല സ്നേഹം വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതൊക്കെ കവി പറയാൻ ഒരു മടി. ഭാര്യമാരോട് നല്ല സ്നേഹം വേണം, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വത്തീബ്, സുഗന്ധം. നിങ്ങൾക്കറിയാം, അത്രയൊക്കെ പൂശണം, നോമ്പിന് പൂശട്ടെ, അല്ലാത്ത നല്ല സുഗന്ധം വേണം മുഅ്മിനീങ്ങൾക്ക്. ദുർഗന്ധമായിട്ട് നടക്കാൻ പാടില്ല. ഇത് രണ്ടും എനിക്ക് ഇഷ്ടം. അത്രയൊക്കെ പുരട്ടി അതുപോലെ സ്ത്രീ എന്റെ ഭാര്യമാരോടൊക്കെ സംസാരിച്ച് ഇതെനിക്ക് ഇഷ്ടമാണ്. പക്ഷേ പക്ഷേ എന്റെ കണ്ണിന്റെ കുളിർമ, മനസ്സിന്റെ ആനന്ദം എനിക്ക് കിട്ടുന്നത് ഇത് രണ്ടുമുള്ളപ്പോഴല്ല. രണ്ടരക്കാലത്ത് നിസ്കാരത്തിലേക്ക് ഞാൻ വന്നാൽ എന്റെ ആത്മാവിന് കുളിർമ, എന്റെ കണ്ണിന് ആനന്ദം. കാരണം നിസ്കാരത്തിനാണ് ആനന്ദങ്ങളൊക്കെ എനിക്ക് കിട്ടിയത്. അല്ലാഹു ദുനിയാവ് വിട്ട് റസൂലുള്ളാഹി പോയിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? ഇസ്രാ മിഅ്റാജ് സംഭവിച്ച കാലമേത? നമ്മൾ പണ്ട് 3ാം ക്ലാസ്സിലെ താരീഖിൽ പഠിച്ചതാ. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം. എന്താ ദുഃഖം? ജീവിതത്തിന്റെ സർവസ്വവുമായ പ്രയാസങ്ങളുടെ കാലത്ത് ആശ്വാസത്തിന്റെ വിരിപ്പ് വിരിച്ച് തന്നവരാണ് ഖദീജ, അല്ലേ? നമ്മുടെ ഉമ്മയാണ് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ. ആ ഖദീജ ബീവി വഫാത്തായി, താങ്ങും തണലുമായി നിന്ന പ്രിയതമ വഫാത്തായ വർഷമാണ്. പിന്നെ ആരാണ്? കുടുംബക്കാരല്ലേ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. അബൂ ത്വാലിബുണ്ട്, എളാപ്പുണ്ട്. എളാപ്പയും മരണപ്പെട്ടു പോയി. ഖദീജ ബീവിയിലുണ്ടായ ആൺമക്കള് മുഴുവനും മരിച്ചുപോയി. ആൺകുട്ടികളുടെ മയ്യത്തുകളൊക്കെ ഖബറിലേക്ക് ഇറക്കി വെച്ച വാപ്പയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത്ര പ്രയാസം നിറഞ്ഞ കാലം. പിന്നെ ആശ്വാസം നാട്ടുകാരാണ്. നാട്ടുകാർ ചെയ്ത പണി എന്താ? മക്കത്തെ മണലിൽ കുപ്പിച്ചില്ലുകൾ കുഴിച്ചിട്ടു സയ്യിദുനാ റസൂലുള്ളാഹി നടക്കുന്ന വഴികളിൽ. അവരാ മക്കക്കാർ. ഇങ്ങനെ പ്രയാസങ്ങൾ നിറഞ്ഞ കാലത്ത് അല്ലാഹ് വിളിക്കാണ് നബിയെ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലതി ബാറക്നാ ഹൗല. ഇസ്രാ മിഅ്റാജ് പോവാണ്. ഏഴാകാശങ്ങൾ കടന്ന് സിദ്റത്തുൽ മുൻതഹ കടന്ന് ജിബ്രീൽ പറഞ്ഞു, ഞാനില്ല. അത് നല്ല പണി. ഇത്രയും നേരം എന്നെ ബുറാക്കിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ട് നീ വരുന്നില്ലേ? എനിക്ക് പേടിയാവില്ലേ? ജിബ്രീൽ പറഞ്ഞു, ഇനി ഞാൻ പോരാൻ പറ്റൂല. മലക്കുകൾക്ക് അവിടേക്ക് പ്രവേശനമില്ല. എന്റെ ചിറകൊക്കെ കരിഞ്ഞു പോകും നബിയെ. ഒറ്റക്ക് പോയില്ലേ? അല്ലാഹുവിന്റെ മുമ്പിൽ തൊട്ടുരുമ്മി നിന്നു. ഖുർആനാണത്. അല്ലാഹു നബിയും എങ്ങനെ കണ്ടു? എന്താ മറുപടി? ഖുർആൻ പറഞ്ഞു, ഖാബ ഖൗസൈനി ഔ അദ്ന. അമ്പ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? പമ്പയത്ത് മത്സരമൊക്കെ ഉണ്ടാവും. അമ്പ് വില്ലിലേക്ക് ഇങ്ങനെ കോർത്ത് വെക്കുമ്പോൾ എങ്ങനെ ടച്ച് ചെയ്യുന്നുവോ അതുപോലെ റസൂലുള്ളാഹി അല്ലാഹുവിനോട് തൊട്ടുരുമ്മി നിന്നു. അതാ മിഅ്റാജ്. അതൊക്കെ കഴിഞ്ഞു വന്നിട്ട് നമ്മളോട് പറഞ്ഞ എന്താ? ഞാൻ അതിനാ വിഷയം പറഞ്ഞത്. മിഅ്റാജ് പറഞ്ഞതിന്റെ ഉദ്ദേശമല്ല.
മിഅ്റാജ് കഴിഞ്ഞു വന്നിട്ട് റസൂലുള്ളാഹ് നമ്മളോട് പറഞ്ഞത് എന്താ? ഇന്നൽ മുസല്ലിയ യുനാജി റബ്ബഹു. നിസ്കരിക്കുന്ന മനുഷ്യൻ അല്ലാഹുവിനോട് അഭിമുഖ സംഭാഷണം നടത്തുന്നു. നബിത്തങ്ങൾ അല്ലാഹുവിനോട് നടത്തിയത് മുനാജാത്താണ്. അറബിയിൽ മുനാജാത്ത് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് മുഖാമുഖ, എന്റെ മുഖങ്ങൾക്കും കാണാം, നിങ്ങളുടെ മുഖം എനിക്കും കാണാം, അങ്ങനല്ലേ? ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതാണ് മുനാജാത്ത്. ഇതാണ് അല്ലാഹുവിനോട് റസൂലുള്ളാഹ് നടത്തിയത്. നിസ്കരിക്കുന്ന ആളെ കുറിച്ച് പറഞ്ഞു ഇന്നൽ മുസല്ലിയ. അറബിക്കിന്റെ ബേസിക് ഗ്രാമർ അറിയുന്നവർക്ക് അറിയാം. ഇന്ന വന്നാൽ തൗകീർ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. ഇന്നൽ മുസല്ലിയ, നിസ്കരിക്കുന്ന ആള് യുനാജി റബ്ബഹു, അല്ലാഹുവിനോട് മറകളില്ലാതെ സംസാരിക്കുന്നുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അന്നക്കാരനാവണോ? നമ്മളെ സ്റ്റെപ്പിലേക്ക് കയറിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാ നിസ്കരിക്കുന്നതിന്റെ അടുത്ത് ബുറാക്ക് വരും, ജിബ്രീൽ വരും, ബുറാക്കിൽ കയറും, അല്ലാഹുവിനെ കാണും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ നിസ്കരിച്ചവരാണ് ഉത്തമ നൂറ്റാണ്ടുകാർ. നിർത്തിയില്ല. റസൂലുള്ളാഹി പറഞ്ഞു സ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. റസൂലുള്ളാഹി ഗമ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ 7 ആകാശങ്ങളൊക്കെ കണ്ട്, സ്വർഗം കണ്ട്, നരകം കണ്ട്, മക്കത്ത് വന്നിട്ട് അങ്ങനെ വിടല് വിട്ടതല്ല. ഉമ്മത്തിന് കിട്ടണം എന്ന് ആഗ്രഹിച്ചു. അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. നിസ്കരിക്കുന്ന മനുഷ്യൻ 7 ആകാശങ്ങളും കടന്ന് സിദ്റത്തുൽ മുന്തഹായും കടന്ന് ഖാബ ഖൗസൈനിയുടെ പ്രതലമെത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതൊക്കെ ആത്മാവിന്റെ യാത്രകളാണ്. ശരീരം പ്രസക്തമേ അല്ല, ശരീരത്തിന് പ്രസക്തിയില്ല. നിസ്കാരം എന്താ നമ്മൾ മനസ്സിലാക്കിയില്ല. മദീനത്ത് ഇപ്പം പോയവർക്ക് ഇടയ്ക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അല്ലാഹു മക്കയും മദീനയും കാണാൻ നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. മക്കത്തും മദീനത്തും അല്ലാഹു നമ്മൾ എത്തിച്ചേരട്ടെ. എത്ര പ്രാവശ്യം പോകാൻ കഴിയും അത്ര പ്രാവശ്യം എത്തിച്ചേരട്ടെ. മദീനയിൽ പോയാൽ എല്ലാവർക്കും അറിയാം, അവിടെ പ്രാവുകൾ ഉണ്ടാവും, അല്ലെ? അങ്ങനല്ലേ? ഉംറക്ക് വെച്ചിനൊക്കെ പോലില്ലേ? ഞാൻ പോയിട്ടില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പ്രാവുകൾ ഇങ്ങനെ പറന്ന് കളിക്കും. ഇങ്ങനെ ഗോതമ്പ്, അല്ലെ, നാണ്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അത് റസൂലുള്ളാഹിന്റെ കാലം മുതലേയുള്ള ഒരു പാരമ്പര്യമാണ്. ചില കിതാബുകൾ തന്നെയുണ്ട് മദീനത്തെ പള്ളിയിലെ പ്രാവുകളെ കുറിച്ച്. അതിലെന്തായിരിക്കും പറയാനുണ്ടാവുക? അല്ലെ, ഒരു കൗതുകമാണ്. അതുപോലെ മദീനത്തെ പള്ളിയിൽ എപ്പോഴും ഉണ്ടായിരുന്ന സ്വഹാബിയാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഹമാമത്തു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മേടപ്രാവെന്ന സ്ഥാനപ്പേര് കിട്ടിയ മഹാനാണ്. അതെല്ലാം നാട്ടിലുണ്ടാവും. എപ്പോഴും ഇങ്ങനെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആൾക്കാരുണ്ടാവും. അല്ലാഹു അവരോടൊപ്പം നമുക്കും സ്വർഗം തരട്ടെ. അബൂ ഹുറൈറ തങ്ങൾ പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ ഒരാളുണ്ട് ഇങ്ങനെ വയറ് അമർത്തിപ്പിടിച്ച് കരയുന്ന ഒരു സഹാബി. സ്റ്റോണിന്റെ വേദന വന്നു നോക്കിയാൽ എനിക്ക് 2 വട്ടം പറഞ്ഞു. സാധാരണ നോമ്പിന് വരും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. മരണവേദന അല്ലെ, ഒരു സൂചി കുത്തിക്കയറ്റുന്നത് പോലെ ഉണ്ടാവും. സ്റ്റോണ്, മൂത്രക്കല്ലിന്റെ വേദന വന്നാൽ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു സ്വഹാബി വയറിങ്ങനെ അമർത്തിപ്പിടിച്ച് കരയ. പ്രഗത്ഭനായ സ്വഹാബി വന്നു. അവലൊക്കെ ദർദ്, നിങ്ങൾക്ക് വയറ് വേദനുണ്ടോ ചോദിക്കണ്ടേ? അയാളാണ് കളിച്ചോട്ടെന്നല്ല, പോയി ചോദിക്കണം. നിങ്ങൾക്ക് വയറുവേദന ഉണ്ടാ? ഉണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്വല്ലി റകഅത്തൈൻ ഇന്ന സ്വലാത്ത ശിഫാ. 2 റകഅത്ത് അങ്ങ് നിസ്കരിച്ചാൽ നിസ്കാരത്തിൽ മരുന്നുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എങ്ങനെ? നിസ്കാരം മെഡിസിൻ ആണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ നേരെ തിരിച്ച നോമ്പ് നോക്കുമ്പോൾ ഒരു വയറുവേദന കൊണ്ടാട്ടോ അന്നേരം തറാവിക്ക് വരാൻ നിങ്ങളൊന്നും വിചാരിക്കണ്ട. അങ്ങനെയല്ല. എത്രയായാലും അല്ലാഹുവായിട്ടുള്ള ബന്ധങ്ങൾ ഡിസ്കണക്ട് ആകുന്നതിൽ അവർക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അല്ലാഹുവുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ ദൃഢമായിട്ട് കൊണ്ടുപോകാൻ ഏത് സമയത്തും അവര് താല്പര്യം കാണിച്ചു. അതിന് എക്സ്ക്യൂസുകളില്ല. നോമ്പുകാലത്ത് നമ്മൾ അങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ സമയങ്ങളെ, ഈ ഒരു മനോഹരമായ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ട അവരുടെ ഏറ്റവും വലിയ ഭാരിച്ച ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഖുർആനുമായിട്ടുള്ള ബന്ധം നോമ്പിനത് പറഞ്ഞേ പറ്റൂ. ദുനിയാവിൽ മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്താ? മയ്യത്ത് കട്ടിലിൽ മലർന്നു കടന്നു പോകുന്ന നേരത്ത് കൂട്ടുകാരനായിട്ട് വരേണ്ടതാരാ?
ദുനിയാവെന്ന യാത്ര അവസാനിക്കുമ്പോൾ സമ്പാദ്യത്തിന്റെ പാണ്ടക്കെട്ട് തുറന്നു നോക്കുമ്പോൾ അതിൽ നിറയെ ഖുർആൻ വേണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസുണ്ട്, ഇന്നൽ ഖുർആന യഊദു മിൻ ഖുലൂബിന്നാസ്. നന്നായി ശ്രദ്ധിച്ചാൽ തിരിയും, ജനങ്ങളെ മനസ്സിൽ നിന്ന് ഖുർആൻ മടങ്ങിപ്പോകും. എവിടുന്ന്? ജനങ്ങളെ മനസ്സിൽ നിന്ന്. പള്ളിയിൽ നിന്നല്ല, പള്ളി ഖുർആൻ അവിടെ ഉണ്ടാവും, അത് ഏത് കാലത്തും ഉണ്ടാവും. അപ്പൊ ഖുർആൻ മടങ്ങി വരുമ്പോ അല്ലാഹ് ചോദിക്കും, എവിടത്തേക്കാ മടങ്ങി പോവുക ഖുർആന്? ഞാനിപ്പോ പരിപാടി കഴിഞ്ഞാൽ എനിക്കൊരു സ്ഥലമുണ്ട്, ഞാൻ അവിടേക്ക് എനിക്ക് സ്കൂളിലേക്ക് എത്തണം, ഞാൻ അവിടെ എത്തും. നിങ്ങൾക്ക് ചിലരോടത്തേക്ക് ആഫിരിക്കും, ചിലർ പുരയിലേക്ക് പോകും. നമുക്ക് മടങ്ങി ചെല്ലാൻ നമ്മളെ വീടാണ് വൈകുന്നേരം അല്ലെ? വീട്ടിൽ നിന്ന് വന്നു വീട്ടിലേക്ക് പോകുന്നു. ഖുർആൻ എവിടേക്കാ പോവുക? നിങ്ങൾ പറയാത്തത് ഖുർആൻ എവിടുന്നാ വന്നത്? ഖുർആൻ എവിടുന്ന് വന്നതാണ്? അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. അള്ളാഹുവിന്റെ കലാമുകളാണ്, ടെക്സ്റ്റൽ ഫോർമാറ്റ് അല്ല. അതൊക്കെ പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് ഈ രൂപമൊക്കെ. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹിന്റെ സംസാരാണ്. അത് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുമ്പോൾ അള്ളാഹ് ചോദിക്കുക, ഖുർആനെ നീ എന്താ മടങ്ങി വന്നത്? നീ മടങ്ങി പോവണേ. ഖുർആനില്ലാത്ത പാരിടം, ഖുർആനില്ലാത്ത പ്രപഞ്ചം മഹാകഷ്ടങ്ങളാണ്. അവിടെ ദാരിദ്ര്യമുണ്ടാകും, മഹാരോഗങ്ങൾ ഉണ്ടാകും, പ്രയാസമുണ്ടാകും, വരൾച്ചയുണ്ടാകും, അവിടെ യുദ്ധം എല്ലാം ഉണ്ടാവും. ഖുർആനുമായിട്ടുള്ള ബന്ധങ്ങൾ കുറയുമ്പോൾ അള്ളാഹുവിന്റെ ഡയലോഗാണ്, ജനങ്ങളുടെ മനസ്സിൽ പോയി നീ അടങ്ങിയിരിക്ക്, നീ ഇല്ലെങ്കിൽ അവിടെ കുഴപ്പാണ്. ഖുർആൻ വാശി പിടിക്കും അള്ളാഹുവിനോടില്ല. കുട്ടികൾ വാശി പിടിക്കുന്നില്ലേ, ഞാൻ പോവലെന്ന് പറയില്ല. അതുപോലെ ഏത് ജനങ്ങളിലേക്ക് ഞാൻ മടങ്ങി പോകണം? എവിടത്തേക്കാ ഞാൻ പോവേണ്ടത്? അത് നിങ്ങൾ പറ. ഖുർആൻ പറയാ, പകൽ സമയത്ത് അവർക്ക് ഖുർആനായിട്ട് ബന്ധമില്ല. അതെന്താ കാരണം? നമുക്ക് അറിയാം. തിരക്കാ സമയല്ലപ്പ, എന്താ ചെയ്യാ? ടൈം വേണ്ടേ? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അല്ലാഹ് ചോദിക്കാണ്, രാത്രിയോ? രാത്രി സമയമുണ്ടല്ലോ, അവർ ഓതുന്നില്ലേ? രാത്രിയിലും അവരെന്നെ തൊട്ട് നോക്കുന്നില്ല. അങ്ങനത്തെ കാലം വരും, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആ കാലത്തെ റെസിസ്റ്റ് ചെയ്യല നമ്മളെ പണി. ഒരു പേജ് ഓതിയാൽ മതി, ഒറ്റ ആയത്ത് ഓതിയാൽ മതി. ആ കാലത്തെ തടഞ്ഞു നിർത്താം, ആ അപകടങ്ങളെ തടഞ്ഞു നിർത്താം. രാത്രിയിലും അവർ ഓതുന്നില്ല. ഖുർആൻ കിട്ടാനില്ല. അല്ലാഹ് പറയാ, അല്ലാഹയും ഖുർആനും തമ്മിലുള്ള സംഭാഷണം സയ്യിദുനാ റസൂലുള്ളാഹി പറയാണ്. ഖുർആൻ ഇല്ലാനില്ല. ഖുർആൻ പറഞ്ഞു, വഹും യതവസ്സദൂനനി. അതല്ലാത്തൊരു പ്രയോഗമാണ്. വിസാദ് എന്ന് പറഞ്ഞ അറബിയിൽ തലക്കാണി എന്നാണ്. എന്റെ നാട്ടിലൊക്കെ തലക്കാണി എന്നാണ്. നിങ്ങൾ എന്താ പറയാ? തലയിണ എന്ന് പറയുന്നത്. തലയിണ അല്ലേ? ഉറങ്ങുന്ന മനുഷ്യൻ തലയിണയിലേക്ക് തലവെച്ചാൽ നല്ല റബ്കോന്റെ യൂറോഫ്ലെക്സിന്റെ ഒക്കെ എന്താണെങ്കിൽ ഒന്ന് കിടന്നാൽ മതി, ഉറങ്ങി പോകുന്ന അറിയില്ലേ? തല അങ്ങനെ അമർന്നു പോകും തലയിണയിലേക്ക്. അതുപോലെ ഞാൻ അവരുടെ അടുത്തുണ്ട്. ഇതെന്തൊരു പ്രയോഗമാണിത്? ഒരു 40-50 കൊല്ലം മുമ്പ് ഉസ്താദ് ഈ ഹദീസ് വഴുതു പറഞ്ഞ വലിയ പണി. ഇതെങ്ങനെ അപ്പൊ പഠിപ്പിച്ചു കൊടുക്കുക? ഒരു പ്രയാസമില്ലല്ലോ. ഉറങ്ങുന്ന മനുഷ്യന്റെ തലയിണയിലേക്ക് അമർന്നു നിൽക്കുന്നത് പോലെ ഞാൻ അവരുടെ കൂടെയുണ്ട്. ഖുർആനില്ലേ? എല്ലാവരുടെ ഫോണിലും ഖുർആനുണ്ട്. ഇത് ഡിജിറ്റൽ ഖുർആനിന്റെ കാലമാണ്. മൊബൈലിലും ലാപ്ടോപ്പിലും ആംടോപ്പിലും പാംടോപ്പിലും ഒക്കെ ഖുർആനാണ്. പുതിയ ചെറുപ്പക്കാർക്കൊന്നും പള്ളിയിലെ ഖുർആൻ വേണം, അവർക്ക് മൊബൈൽ ഫോൺ നോക്കി പെട്ടെന്ന് പോകും. അങ്ങനല്ലേ? ഡിജിറ്റൽ ഖുർആൻ വന്നു. കണ്ണെത്തും ദൂരത്ത്, കയ്യെത്തും ദൂരത്ത്, കാതെത്തും ദൂരത്ത് ഖുർആനുള്ള കാലമാണ്. എന്നിട്ട് ഖുർആനിനെ അവഗണിച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞു, ഫയഖ്ബിദുല്ലാഹുൽ ഖുർആന മിൻ ഖുലൂബിന്നാസ്. ആ കാലത്ത് അല്ലാഹു ജനഹൃദയങ്ങളിൽ നിന്ന് ഖുർആനിനെ ഖബദ് ചെയ്യുമെന്ന്. ഖബദ് എന്ന വാക്കിന്റെ അർത്ഥം ബലിഷ്ഠമായി പിടിച്ചെടുക്കുക, ബലാത്കാരമായി അല്ലാഹു ഖുർആനിനെ പിടിച്ചു കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അത് കെട്ട കാലമാണ്. ആ കാലത്താണ് നാശങ്ങളെല്ലാം ഉണ്ടാവുക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ സാഹിബുൽ ഖുർആനാവാൻ ക്ലാസ് വെച്ച് 4 ആയത്ത് ഓതി അത് ഒരാളെ മനസ്സിൽ തറച്ച് അത് മതി. നമ്മൾ കാലത്തെ റെസിസ്റ്റ് ചെയ്തു എന്ന് ഉലമാവ് പറയാ. നിങ്ങൾ കാലത്തെ പ്രതിരോധിച്ചു നിർത്തി. ആ ഒരു സന്ദർഭം കൂടിയാണ് പരിശുദ്ധമായ റമദാൻ. നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ ഓടുമ്പോൾ
ഇതൊക്കെയാണ് എന്റെ സമ്പാദ്യങ്ങൾ എന്താവണം. അവസാനം കെട്ടിപ്പൂട്ടി, അവസാനം ഒരു ടെന്റിലേക്ക് കയറ്റി കുളിപ്പിച്ച് പൊതിഞ്ഞു കൊണ്ടുപോകും. എന്തുണ്ട്? ഖുർആൻ ഉണ്ടാവണം. യഹ്യ ബിൻ ഖാലിദ് ചിലരെ നശിപ്പിച്ച് കളയും ദുനിയാവ്. ഞാൻ തുടങ്ങിയെടുത്ത് അവസാനിപ്പിക്കുക. കുറെ എനിക്കും പ്രയാസം ഉണ്ടാവും, നിങ്ങൾക്കൊന്ന് മാറിയിരിക്കുക, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ലേ. മുഖം കഴുകി വന്നാലും ഒരു പ്രയാസമില്ല, ആരും പ്രയാസപ്പെടരുത്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ദുനിയാവ് ചില ആളുകളെ മോഹിപ്പിച്ച് കളയും. യഹ്യ ബിൻ ഖാലിദ് അൽ ബർമഖി ആളുകളെ നശിപ്പിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്ന് അധികാരമാണ്. ഭരണമൊക്കെ കിട്ടുമ്പോ അവർക്ക് തോന്നും ഞാൻ മോശമല്ലാലോ. യഹ്യ ബിൻ ഖാലിദ് അൽ ബർമഖി അബ്ബാസികളിലെ ഭരണാധികാരിയാണ്. ഇപ്പൊ നമ്മൾ ഇറാന്റെ ഒക്കെ ചരിത്രം അങ്ങനെ പരതി നോക്കിയാൽ കാണാം. ഇറാൻ പഴയ പേർഷ്യയാണ് അല്ലെ. ഒരു കാലത്ത് ഇസ്ലാമിന്റെ സംസ്കൃതി നിറഞ്ഞു നിന്ന പ്രദേശങ്ങളാണ്. അബ്ബാസികളും അതുപോലെ ഉമവികളും ഒക്കെ ഭരിച്ച പ്രദേശങ്ങളാണ്. അബ്ബാസികളിലെ പ്രധാനിയാണ് യഹ്യ ബിൻ ഖാലിദ് എന്ന ഖാലിദിന്റെ മോൻ യഹ്യാണ്. അവര് പ്രത്യേകത എന്താ അറിയാം? അധികാരം കിട്ടിയപ്പോൾ അയാളെ മനസ്സിലാവാൻ ഒറ്റ ഉദാഹരണം ഞാൻ പറയും. അയാളെ കൊട്ടാരത്തിലെ കക്കൂസ് അയാൾ സ്വർണം കൊണ്ടുണ്ടാക്കി. അപ്പൊ ആളങ്ങൾക്ക് മനസ്സിലായി, കൊട്ടാരത്തിലെ കക്കൂസ് സ്വർണം കൊണ്ടുണ്ടാക്കിയ ഭരണാധികാരി. പക്ഷെ പഠിച്ചോന്നൊരു ലിമിറ്റ് ഉണ്ട്. കുറച്ചു കാലം പഠിച്ചോ ഇങ്ങനെ അയച്ചു വിടും, പിന്നെ ഒറ്റപ്പെടുത്തുണ്ടാവും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. സുൽത്താൻ ഹാറൂൻ റഷീദിന്റെ പടയോട്ടം വന്നു. പ്രഗത്ഭനായ ഭരണാധികാരി, ഇസ്ലാമിന് അഭിമാനം തന്ന ഭരണാധികാരി. ഹാറൂൻ റഷീദിന്റെ പടയോട്ട കാലത്ത് സ്വർണത്തിന്റെ കക്കൂസിൽ പോയ ആളില്ലേ, യഹ്യ ബിൻ ഖാലിദ്, അയാളെ പിടിച്ച് ജയിലിൽ അടച്ചു. അയാൾ തോറ്റുപോയി. വല്യുപ്പാന്റെ താടി പിടിച്ചിട്ട് പേരക്കുട്ടി വന്ന് ചോദിക്കുന്ന സന്ദർഭം താരിഖിൽ കാണാം. വല്യുപ്പ, ഇത് എന്തൊരു സങ്കടമാണ്, നമ്മൾ എന്താ ഇങ്ങനെ ജയിലിലായി പോയത്. വല്യുപ്പ, നമ്മൾ സൂര്യന്റെ വെളിച്ചം കണ്ടിട്ട്, വെയിൽ കൊണ്ടിട്ട് എന്നല്ല, വെയിൽ കണ്ടിട്ട് 7 വർഷമായി. വെളിച്ചല്ലാത്ത ജയിലിലാണ്. നമ്മൾ പല ജയിലും കേട്ടിട്ടുണ്ട്, സെല്ലുലാർ ജയില്, തിഹാർ ജയിൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ആൻഡമാനിലെ ജയിലുകൾ. എന്നാ വല്യുപ്പ, ഇതെന്തൊരു കഷ്ടാണ്, വെളിച്ചം കാണുന്നില്ലല്ലോ. ഇത്ര വലിയ ജയിലറക്കുള്ളിൽ നമ്മൾ ആവാൻ എന്തു തെറ്റാണ് നമ്മൾ ചെയ്തത്? അന്ന് യഹ്യ പറയുന്ന മറുപടി, അന്ന് ബോധം വന്നു. പരീക്ഷണങ്ങൾ വരാൻ കാത്തു നിൽക്കരുത്. ആരോഗ്യമുള്ള കാലത്ത് വേണ്ടതൊക്കെ ചെയ്യാം. സമ്പത്തുള്ള കാലത്ത് അതിൻ്റെതായ ധർമ്മങ്ങൾ ചെയ്യുക. ഓരോന്നും അതത് സമയം ചെയ്യണം. പരീക്ഷണങ്ങൾക്ക് കാത്തു നിൽക്കരുത്. പരീക്ഷണങ്ങൾ വരുമ്പോ അത് പഠിച്ചോ തരും. യഹ്യ പറയുന്നുണ്ട്, മോനെ, ഞാനും നീയും സുഖിച്ചും രമിച്ചും കൊട്ടാരത്തിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന സമയത്ത് അങ്ങാടിയിൽ അന്നന്നത്തെ അന്നത്തിനും അപ്പക്കഷ്ണത്തിനും വേണ്ടി പെടാപ്പാടുപെട്ട 10,000-ങ്ങളുണ്ട്. നമ്മൾ സുഖിച്ച് സ്വർണത്തിന്റെ കക്കൂസ് പോയ ആൾക്കാരല്ലേ. അന്ന് പാവപ്പെട്ടവനെ നമ്മൾ കണ്ടില്ല. ദുനിയാവിന്റെ സുഖങ്ങളിൽ നമ്മൾ മുഴുകിപ്പോയി. പക്ഷേ നമ്മളതൊക്കെ അശ്രദ്ധയിൽ, അതൊന്നും എന്റെ വിഷയം, അതെന്തെങ്കിലും ആവട്ടെ. ഞാൻ അതില് നാട്ടിലൊരു ഡയാലിസിസ് രോഗിയുണ്ട്, കിഡ്നി മാറ്റി വെക്കണം, കമ്മിറ്റിയൊക്കെ വിളിച്ച് പ്രമുഖന്മാരൊക്കെ ഇരുന്നു. ഞാൻ അതിലൊന്നുമില്ല. അതൊക്കെ അങ്ങനെയല്ലല്ലോ. നമ്മളും അതിന്റെ ഭാഗമാണ്. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നു, അവരെ സഹായിക്കുന്നു. മഹലിലൊരു പാവപ്പെട്ട കുട്ടിന്റെ കല്യാണമാണ്. അപ്പൊ എല്ലാവരും കമ്മിറ്റിക്കാരും മുത്തവല്ലിയൊക്കെ ഒന്ന് ഇരുന്നതൊന്ന് വിജയിപ്പിക്കാൻ. ഞാനതിലൊന്നുമില്ല. എന്റെ കാര്യങ്ങൾ സേഫാണ്. ഇത് ഇസ്ലാമിക് പോളിസിയല്ല. യഹ്യ ബിൻ ഖാലിദ് പറയാണ്, നമ്മൾ അങ്ങനെ ജീവിച്ചപ്പോൾ അല്ലാഹു അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൊന്നുമോനെ ഈ പ്രയാസങ്ങൾ വരാനുള്ള കാരണമെന്ന് യഹ്യ ബിൻ ഖാലിദ് അൽ ബർമഖി എന്നവര് പറയുമായിരുന്നു. അബോധാണ് നമുക്കും വേണ്ടത്. നമുക്ക് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഇല്ലേ? അപ്പൊ നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഉള്ള സമ്പത്തിൽ നിന്ന് ഉള്ളത് കൊടുക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ യാത്ര എന്തൊരു രസമായിരിക്കും അല്ലെ? ആ യാത്രയിലാണ് ആനന്ദം. ഇത് ടെൻഷൻ അടിച്ച് യാത്ര ഒരു കാര്യമില്ല.
നിങ്ങൾ എന്തിന് ദുനിയാവിൽ ടെൻഷൻ അടിക്കണം? കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഓതിയില്ലേ, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. മക്കള്, സമ്പത്ത് എന്നൊക്കെ പറയുന്നത് ഞാൻ പറയല്ല, സൂറത്തുൽ കഹ്ഫ് പറയാണ്. സീന, അതൊരു ഡെക്കറേഷനാണ്, ഒരു ആനന്ദമാണ്, ഒരു ഭംഗിയാണ്, അത്രേ ഉള്ളൂ. നമ്മൾ നബിദിനൊക്കെ ആയാല് വർണ്ണക്കടലാസൊക്കെ കെട്ടൂലേ, ഒരു സന്തോഷം. ആ നബിദിനം കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അതിങ്ങനെ വീഴുന്നത് കാണാം, ചിലപ്പോൾ അറ്റ് വീഴുന്നത് കാണാം. അത് ആ സമയത്തൊരു ഭംഗിയാണ്. ദുനിയാവിൽ നിങ്ങൾക്ക് ഭംഗി തന്നതാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ബാക്കിയാകുന്നത്, ബാക്കിയാത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ അതേ അർത്ഥം തന്നെ. ബാക്കിയാകുന്നത് അസ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങളാണ്. അപ്പൊ ഈ മക്കള് സൽക്കർമ്മമാണെങ്കിൽ ബാക്കിയാണ്. ആദ്യ ഉസ്താദ് പറഞ്ഞു പൈസയും മക്കളൊക്കെ വെറുതെ. അങ്ങനല്ല, അത് സ്വാലിഹത്താണെങ്കിൽ അതും നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ആണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. മക്കൾ ഡിപ്പോസിറ്റ് ആകും. എപ്പോൾ? നമ്മൾ ഖബറിൽ കിടക്കും. മോന് ചുമക്ക് വന്നതാ, നോക്കിയാ കാണുന്ന ഒരു സ്ഥലത്ത് വാപ്പാന്റെ ഖബറുണ്ട്. ഏത് വാപ്പ? അതല്ല, പഠിച്ചോൻ എന്റെ വാപ്പല്ല, എന്റെ ഉമ്മച്ചിയല്ലേ കിടക്കുന്നത്. നിസ്കാരമൊക്കെ കഴിഞ്ഞു വന്ന് അവിടെ നിന്ന് പറയാ, അസ്സലാമു അലൈക യാ അബീ. പൊന്നുപ്പ, ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുന്നത് നിങ്ങളുള്ളത് കൊണ്ടാണ്. ഉപ്പ, നിങ്ങൾ തന്നതാണ് എന്റെ ജീവിതം. ഉപ്പാക്ക് വേണ്ടി അവിടുന്ന് ദ്വാരക്കുന്നുവെങ്കിൽ ബാഖിയാത്തുസ് സ്വാലിഹാത്താണത്. ഉപ്പ ഇട്ടേച്ചു പോയ സമ്പത്ത് അനുഭവിക്കുന്നവൻ ഉപ്പാക്ക് കൊടുക്കുന്നത് എന്താണ്? ആ ഖബറിന്റെ പുറത്ത് വന്ന് പഠിച്ചോനെ, എന്റെ ഉപ്പല്ലേ ഇത്, എന്റെ ഉമ്മച്ചിയല്ലേ ഇത്, നീ പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ദുനിയാവ് കൊണ്ട് ജയിച്ചോ. ഈ യാത്രയിലെ സൗഭാഗ്യവാനായ യാത്രക്കാരനാണ് നിങ്ങളെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കണം. ആത്മാവാണ് പ്രധാനം, റൂഹാണ് പ്രധാനം. അതിനെ സംരക്ഷിക്കാനുള്ള കവചങ്ങൾ ഒരുക്കിക്കൊണ്ടേയിരിക്കണം. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഞാൻ അവസാനിപ്പിക്കാണ്. മരിച്ച ആൾക്കാണോ ജീവിച്ച ഇരിക്കുന്ന ആൾക്കാണോ ശക്തി കൂടുതൽ? മരിച്ച ആൾക്കാണോ ജീവനുള്ള ആൾക്കാണോ ശക്തി കൂടുതൽ? ജീവനുള്ള ആളേക്കാൾ ശക്തി മരിച്ച ആൾക്കാണ്. അങ്ങനെ പറഞ്ഞ നമ്മൾ തത്ത, പഴയകാല തറവാട് ആനയൊക്കെ ഉള്ള തറവാടൊക്കെ ഉണ്ടായിരുന്നു പറയുന്നത്. ആനയൊക്കെ അതൊക്കെ ഒരു നല്ല അവരുടെ ഒരു ബഹുമാനത്തിന്റെ അടയാളങ്ങളായിരുന്നു പഴയ കാലത്ത്. ചില വീട്ടിലൊക്കെ ഞാനൊക്കെ ചെറുപ്പം തത്തനെ കണ്ടിട്ടുണ്ട്. തത്ത കൂട്ടിലടിച്ച് വെക്കുന്ന, അത് കുട്ടികൾ ഇങ്ങനെ കളിപ്പിക്കും. കൂട്ടിലടച്ച തത്തയ്ക്കോ ചർച്ചയാണ് കിതാബുകളിൽ. തുറന്നു വിട്ട തത്തയ്ക്കോ സ്വാതന്ത്ര്യം കൂടുതൽ? തുറന്നു വിട്ട തത്തക്കാൻ ഇതെല്ലാം മനുഷ്യനും. ശരീരം ഒരു കൂടാണ്, ഒരു കൂട്. കുറെ എല്ല്, കുറെ എല്ല്, കുറെ മാംസം, കുറെ തൊലിയൊക്കെ വെച്ച് അതൊരു കൂടുണ്ടാക്കി. എന്നിട്ട് നമ്മുടെ റൂഹാകുന്ന തത്തയെ അല്ലാഹു ഈ കൂട്ടിൽ വെച്ചു. മരണം എന്ന് പറയുന്നത് കൂട് വിട്ട് തത്ത പറക്കലാണ്. ലൈലത്തുൽ ഖദ്റൊക്കെ വരികയാണ്. തനസ്സലുൽ മലായികതു വറൂഹ്. പ്രാമാണികരായ മുഫസ്സിറുകൾ റൂഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണപ്പെട്ട വാപ്പയും ഉമ്മയൊക്കെ തന്നെയാണ്. ആലമുൽ അർവാഹ്, റൂഹിന്റെ ലോകത്തെ ഇതൊക്കെ അവര് കാണുന്നത്, അവരനുഭവിക്കുന്നത്. അതാണ് പള്ളിയിൽ വന്നപ്പോ ഒരു 50 രൂപ കൊടുത്തേച്ച് ഇതെന്റെ ഉപ്പാക്കാണ് കൂലി പഠിച്ചോ കൊടുക്കുകയാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്ന് പറഞ്ഞതിനെ മാറ്റി വെക്കാനേ പാടില്ല. നമ്മൾ കാണാത്തത് എന്താ? നമ്മൾ അതൊന്നും കാണുന്നില്ല. അതെന്താ? കണ്ണിന്റെ കുഴപ്പം. വേറെന്ത്? ഞാൻ ഈ മറന്റെ അപ്പുറം കാണുന്നില്ല. അതെന്താ? എന്റെ കണ്ണത്രേ ഉള്ളൂ. അങ്ങനല്ലേ? എനിക്ക് അത്രേ കാഴ്ച ഉള്ളൂ. എന്നാൽ കുറച്ചുകൂടി പ്രായം ഉണ്ടായാൽ അത്രയും കാണൂല, കുറച്ചേ കാണൂ. കണ്ണട വെച്ച് എല്ലാവർക്കും ഒരേ കാഴ്ച ഉണ്ടോ? ലെൻസിന്റെ പവർ പോലെയാണ് കാഴ്ച. ഫാറൂഖ് തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് ഖുതുബ ഓതുക വെള്ളിയാഴ്ച. ഖുതുബക്കിടയിൽ പറഞ്ഞു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ. സാരിയ, ആ മല ശ്രദ്ധിച്ചേക്ക്, അതിന്റെ ബേക്കെ കൂടി ശത്രുക്കൾ വരുന്നുണ്ട്. ഖുതുബ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി. സാരിയ തങ്ങൾ ഇവിടെ ഇല്ലല്ലോ, അവര് നഹാവന്തിര. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടുക്കി മദീനയിൽ നിന്ന് നഹാവന്തിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇതെന്താ ഉള്ളത് തങ്ങൾ പറയുന്നത്? സാരിയത്തെ മല. സാരിയ തങ്ങൾ യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്ന് ആദ്യം ചെയ്ത പണി എന്താ അറിയോ? ഫാറൂഖ് തങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തോ. നിങ്ങളാട്ടോ രക്ഷിച്ചത്. അതെന്താ? സഹാബത്ത് ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കുക. നിങ്ങൾ മല എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചത്, ബേക്കെ കൂടി ശത്രുക്കൾ കുത്താൻ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തിരിഞ്ഞു നിന്ന് അവരെ പരാജയപ്പെടുത്തി.
മദീനയിൽ നിന്ന് നഹാവന്തിലേക്ക് നോക്കിയാൽ കാണുന്ന കണ്ണ് അള്ളാഹു ആർക്ക് കൊടുത്തോ? ഫാറൂഖ് തങ്ങൾക്ക് കൊടുത്തോ? എന്താ സംശയം ഉണ്ടോ? അള്ളാഹ് വലിയ പണിയുണ്ടോ? മദീനയിൽ നിന്ന് പറഞ്ഞാൽ നഹാബന്തിൽ നിന്ന് കേൾക്കാവുന്ന ചെവി സാരി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്തു. ഇതൊന്നും പടച്ചോൻ ഒരു കാര്യമല്ല. അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയ പോലെ പടച്ചോൻ തരേണ്ട രൂപത്തിൽ തരും. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ദുനിയാവിന്റെ കാഴ്ചകളിൽ വശംവദരാവാതെ ആഖിറത്തിന്റെ സമൃദ്ധിയിലേക്ക് കണ്ണുവെച്ച് യാത്ര പോയവരാണ് മഹാന്മാർ. മുഹീദ്ദീൻ ശൈഖ് വഫാത്താവാണ്. മക്കളൊക്കെ കട്ടിലിന്റെ ചുറ്റുകൊണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ 40-ലധികം മക്കളുണ്ട് മഹാനുഭാവൻ, വിവിധ ഭാര്യമാരിലായിട്ട്. മൂത്ത മകൻ വന്ന് ഉപ്പാന്റെ തലന്റെ അടുത്തിരുന്നു. പപ്പാ, നിങ്ങൾ നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ മഹാനാണ്, കൈ ഉയർത്തിയാൽ ഉത്തരം കിട്ടുന്ന ആളാണ്. പപ്പാ, മരിക്കുമ്പോ എന്താ പറയാനുള്ളത്? മുഹീദ്ദീൻ ശൈഖ് അവസാനം പറഞ്ഞത് പൊന്നുമോനെ, കാലിന്റെ അടിപ്പള്ള മുതൽ തലയിൽ മുടി മുളയ്ക്കുന്ന ദ്വാരത്തിൽ വരെ മരണത്തിന്റെ വേദന എനിക്കുണ്ട്. മരണത്തിന്റെ വേദനയുണ്ട്. ഇല്ലാ ഖൽബി, ഈ ദുനിയാവിൽ ഇട്ടേച്ച് പോകുന്ന ശരീരം, യാത്രക്കാരൻ ദുനിയാവിൽ ഇട്ടേച്ച് പോകുന്ന, മണ്ണിട്ട് മൂടുന്ന, സ്ലേബ് കൊണ്ട് മൂടിവെക്കുന്ന, മീസാൻ കല്ല് കുത്തിവെക്കുന്ന, ചെടികൾ കുത്തിവെക്കുന്ന ശരീരത്തിന് വേദനയുണ്ടാകും. ഇല്ലാ ഖൽബി, എന്റെ റൂഹിന്റെ വേദനയില്ല. വഖൽബി ഇൻദ റബ്ബി, എന്റെ ഖൽബ് ഞാൻ അല്ലാഹുവിന് കൊടുത്തതല്ലേ, അതിനൊരു പ്രയാസവും എനിക്കില്ലെന്ന് മഹാനായ സയ്യിദുനാ മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ പറയുമായിരുന്നു. യാത്രക്കാരൻ ഇട്ടേച്ചു പോകുന്നത് ശരീരം വേസ്റ്റ് ആണത് അല്ലേ? എന്താ ഒരു പേടി? കുളിപ്പിച്ച് വെള്ളം പൊതിഞ്ഞു കൊണ്ടുവിടുന്ന ഒരു ശരീരമാണത്. പിന്നെ അത് മണ്ണ് തിന്നാണ് അല്ലേ? ഞാൻ ഉസ്താദാണ്, ഞാൻ കാവ്യാറാണോ പറഞ്ഞിട്ട് കാര്യമില്ല. പുഴുക്കൾക്ക് ആ വിചാരം ഒന്നുമില്ല. ദീദാൻ, പുഴുക്കൾ വന്ന് അവരെ പണി ശരീരം തിന്നും. മഹത്വം നിർണയിച്ചതാരാ? അവിടുന്ന് പറന്നുപോയ റൂഹുണ്ട്, അവരാ തീരുമാനിക്കുക നിങ്ങൾ ആരാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഇഷ്ടക്കാരായി ജീവിക്കുക, ഹറാമിൽ നിന്നൊക്കെ മാറി നിൽക്കുക. സൂറത്ത് പറഞ്ഞു, ഇന്നൽ ഹറാമ ബയ്യിനുൻ വ ഇന്നൽ ഹലാല ബയ്യിനുൻ വ ബൈനഹുമാ മുഷ്തബിഹാത്ത്. ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഹദീസാണ്. ഹലാലോ ഹറാമോ ഒക്കെ ആൾക്കാർക്ക് അറിയാം. ഹലാലോ ഹറാമോ ഏതാണെന്ന് അറിയാത്തൊരു രൂപം വന്ന് അതിനെ കൂടി ഒഴിവാക്കി കളയാതാണ്. ഉത്തമ നൂറ്റാണ്ടിലെ പെണ്ണുങ്ങൾ, നമ്മളെ ഭാര്യമാരും പെൺകുട്ടികളൊക്കെ പറയണം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ വനിതാ ക്ലാസ്സിൽ ഉത്തമ നൂറ്റാണ്ടിലെ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാര് രാവിലെ സുബ്ഹി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്ന് ഒട്ടകത്തിന്റെ പുറത്ത് കയറും, അല്ലെങ്കിൽ കഴുതപ്പുറത്ത്, കുതിരപ്പുറത്ത്. അന്നത്തെ വാഹനം അതല്ലേ, ഇന്ന് നമ്മുടെ സ്കൂട്ടിയാണ്, എല്ലാവർക്കും സ്കൂട്ടിയാണ് അല്ലേ? സ്കൂട്ടി ഇങ്ങനെ സ്റ്റാർട്ടാക്കുമ്പോ പറയണം, ഉത്തമ നൂറ്റാണ്ടിലെ ഭാര്യമാര് പറയുമായിരുന്നു, യാ സ്വാഹിബദ്ദാർ, വീട്ടുകാരാ. അത്രയുള്ളൂ മലയാളം. ഗ്രഹനാഥൻ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ പുരുഷനാണ്. അത് ഇസ്ലാം അങ്ങനെ പണ്ടേ. യാ സ്വാഹിബദ്ദാർ, റേഷൻ കാർഡ് മാത്രം പെണ്ണുങ്ങളെ പേരിലാക്കിയോണ്ട് കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മളാ. പെണ്ണുങ്ങൾക്ക് വേണ്ടി കാര്യമൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് പുരുഷന്മാരാണെന്ന് പരിശുദ്ധ ഖുർആൻ. യാ സ്വാഹിബദ്ദാർ, ജോലിക്ക് പുറപ്പെടുന്ന ഭർത്താവിനെ, ആൺകുട്ടിയെ അല്ലെങ്കിൽ ഉപ്പാനെ വിളിച്ച് വീട്ടിലെ പെണ്ണുങ്ങൾ പറയാണ്, നിങ്ങളെ കുടുംബത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. പറയൂ നമ്മള് പെണ്ണുങ്ങള്, നമ്മള് ജോലിക്ക് പോകുമ്പോ നിങ്ങൾ കുടുംബത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? എന്റെ പണിയെടുത്തു എന്ന് പറയും. അങ്ങനെയല്ല. ഭർത്താവെ, നിങ്ങൾ ജോലിക്ക് പോയി ഒന്നും കിട്ടിയില്ല, കാലിക്കീശയുമായിട്ട് വന്നോ, നമ്മുടെ കഞ്ഞിക്കലത്തിൽ വെള്ളം പോലുമില്ല, ഒന്നും കിട്ടിയില്ല. അന്നത്തെ കച്ചവടം അങ്ങനെയല്ലേ? അങ്ങാടിയിലേക്ക് പോവുകയാണ്, ഉക്കാദ് ചന്തയിലേക്ക് പോവുകയാണ്, എന്തെങ്കിലും പണിയൊക്കെ കിട്ടിയാൽ അങ്ങനെ തിരിച്ചു വരുന്ന കാലാണ് അല്ലേ? ഒരു ജോലിയും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, പട്ടിണിയാണ്. വിശപ്പ് ഞങ്ങൾ സഹിക്കും.
ഞാനും എന്റെ കിടാങ്ങളും വിശപ്പ് സഹിച്ച് കിടന്നോളാം. വലാ നസ്ബിറു അലാ നാരി ജഹന്നം. അനധികൃതമായ നീ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ, പലിശ കലർന്നത്, മറ്റുള്ളവനെ പറ്റിച്ചത്, കരിഞ്ചന്തയിൽ നിന്ന് വാങ്ങിയത്, അങ്ങനെ പടച്ചോൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടുവന്നാൽ അത് നരകത്തിന്റെ തീയാണ്. അത് എന്റെയും എന്റെ മക്കളുടെയും രക്തത്തിൽ കലരാൻ ഞാൻ സമ്മതിക്കുകയില്ലെന്ന് ഉത്തമ നൂറ്റാണ്ടിലെ പെണ്ണുങ്ങൾ അവരെ പുരുഷന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു. അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. എങ്ങനെയെങ്കിലും കിട്ടുക, എങ്ങനെയെങ്കിലും കഴിക്കുക, ആ രീതിയല്ല. നമുക്ക് ശ്രദ്ധിക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങള് ഒരു ടാസ്ക്, ഒരു ചലഞ്ച് വെച്ചു. പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ചിലപ്പം ഈത്തപ്പായ ചലഞ്ചൊക്കെ നടത്തുന്ന കാലം എന്താ ചലഞ്ച് അറിയാം? റസൂലുള്ളാഹി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, മൻ അക്കലൽ ഹലാല 40 യൗമൻ, 40 ദിവസം നിങ്ങൾ ഹലാല് മാത്രം തിന്നോ. നിങ്ങളുണ്ടോ? നിങ്ങൾ ചലഞ്ചിനുണ്ട്, നിങ്ങൾ ഏറ്റെടുത്തോ? 40 ദിവസം ഹലാല് മാത്രമേ ഞാൻ തിന്നൂ എന്നൊരാൾ തീരുമാനിച്ചു. അങ്ങനെ ചെയ്താൽ 2 നേട്ടം. നവ്വറല്ലാഹു ഖൽബ, അവന്റെ അകം നിറയെ വെളിച്ചം വരും, മനസ്സ് ക്ലിയർ ആയി. പിന്നെന്താ വേണ്ടി? മനസ്സിൽ അള്ളാന്റെ നൂറ് വരും, പിന്നെല്ലാം രക്ഷപ്പെട്ട്. വയജിരി മിൻ ലിസാനിഹി അൽ ഹികം, അവന്റെ നാവിലൂടെ ഹിക്മത്ത് സംസാരിക്കും, നല്ല സംസാരങ്ങൾ വരും. അവൻ അടിമുടി രക്ഷപ്പെട്ടു എന്നൊരു അർത്ഥം. ഖൽബിൽ നൂറ് വന്നു എന്ന് പറഞ്ഞാൽ റൂഹ് നന്നായി. സംസാരം നന്നാകാൻ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ നാവാണ്. ഞാൻ അത് പറയണ്ടല്ലോ, നാവിന്റെ വിഷയത്തിൽ ഒരു വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തന്നാല് നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി, നാവിന്റെ വിഷയത്തിലെ ഒരു വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തന്നാല് നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ എല്ലായിടത്തിലും ഇങ്ങനെ പരസ്യ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ കോഴിക്കോട് കമ്പിയുടെ കാലം കഴിഞ്ഞു. നിങ്ങൾ കണ്ടിട്ട് അറിയാം, കമ്പിയുടെ കാലം കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ അറിയിച്ചു, എന്താ കമ്പി ഒന്ന് ഞാൻ പല്ലിന് കമ്പി ഇടുന്ന സംഭവം ഉണ്ടല്ലോ, ക്ലിപ്പ് ഇടുന്ന. അപ്പൊ അതിന് പുതിയ സാധനം വന്നു കഴിഞ്ഞ പരസ്യ. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നാവിന് ക്ലിപ്പ് ഇടുന്ന കാലം വന്നാൽ കുറെ ഒരു സമാധാനം ഉണ്ടാവും അല്ലെ? നമ്മുടെ നാവിന് കുറച്ചൊരു ക്ലിപ്പ് ഇട്ട് വെച്ചാൽ നാവ് ഏറ്റവും വലിയ കുഴപ്പക്കാരനാണ്. അപ്പൊ ആ നാവിനും സുരക്ഷിതത്വം വരും. 40 ദിവസം ഹലാല് തിന്നാൽ. വയലൊക്കെ കഴിഞ്ഞപ്പോ ഒരാള് ബിശ്റുൽ ഹാഫി തങ്ങൾ ചോദിച്ചു, ബിശ്റുൽ ഹാഫി തങ്ങൾ നിങ്ങൾക്ക് നടക്കുമോ എന്ന് ചോദിച്ചു. അതെന്താ, നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന ഞാനല്ലേ? അത് പള്ളിയിലെ ഉസ്താദല്ലേ? നിങ്ങൾക്ക് ഭക്ഷണം ഞാനല്ലേ തരുന്നത്? ഞാൻ ഏത് വീടിൽ എന്നാൽ കോഴി വാങ്ങി നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും അത് ഹലാലാണ്? ഞാൻ വാങ്ങിയ പച്ചക്കറി പലിശന്റെ അംശം നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും? ഇല്ലല്ലോ. നമ്മൾ അങ്ങനത്തെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. നല്ല മനുഷ്യന്മാരെ, പലിശ കലർന്നു പോയ ഒരു ഉറപ്പൊന്നിനുമില്ല. ബിശ്റുൽ ഹാഫി തങ്ങളെ കണ്ണ് നിറഞ്ഞോ? ഒറ്റ മറുപടി പറഞ്ഞു, ലൈസ മൻ യഅകുലു വഹുവ യബ്കി, ലൈസ മൻ യഅകുലു വഹുവ യബ്കി കമൻ യഅകുലു വഹുവ യദ്ഹക്. മോനെ, ഭക്ഷണം കഴിക്കുമ്പോൾ ചിരിക്കുന്നവനും കരയുന്നവനും സമമല്ലല്ലോ. ഒന്നുകൂടെ, ഭക്ഷണം കഴിക്കുമ്പോൾ ചിരിക്കുന്നവനും കരയുന്നവനും സമമല്ലല്ലോ. ഞാൻ ഒരു ഉരുള ചോറുരുട്ടിയെടുക്കുമ്പോൾ ആ ചോറിൽ ചേർത്ത ഉപ്പിന്റെ ഉപ്പിച്ച മാത്രമല്ല, എന്റെ കണ്ണുനീര് കൂടി ആ ഭക്ഷണത്തിലേക്ക് വീഴുന്നുണ്ടെന്ന് സയ്യിദുനാ ബിശ്റുൽ ഹാഫി. വലിയൊരു വർത്താനത്. ഏറ്റവും ചുരുങ്ങിയത് ആ ഭക്ഷണം കഴിക്കുമ്പോ, പഠിച്ചോനെ നിനക്ക് പൊരുത്തല്ലാത്തതൊക്കെ ഇതിൽ ഉണ്ടാവോ, നീ പൊരുത്തു തരണേ എന്നുള്ളൊരു ചിന്തല്ലേ? ഈമാൻ, ഏറ്റവും ദുർബലമായ ഈമാനാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ സംരക്ഷണം ഒരുക്കണം നമ്മൾ. നമ്മൾ കാലം അങ്ങനെയാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഈമാനിയനെങ്കിലും നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. അങ്ങനെ 40 ദിവസം കഴിയാൻ സാധിക്കുമോ? എന്താ? പക്ഷെ ഹറാമുകൾ കയറി കയറി അത് തലമുറകളിലേക്ക്. ഭക്ഷണം രക്തമാണ് അല്ലെ? രക്തത്തിൽ ഹറാമ് കലർന്നാൽ അതിങ്ങനെ ജീനുകളിലൂടെ തലമുറകളിലേക്ക് ഹറാമ് വളരെയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാവുക എന്നതാണ് മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. നോമ്പുകാലത്ത് നമ്മൾ എന്തു നേടി? ഞാൻ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനായി എന്ന് പറയാൻ കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അവസാനിപ്പിക്കുകയാണ്,
ഈമാൻ, വിശ്വാസത്തിന്റെ രുചി ആസ്വദിച്ചവരാരാണ്? ആരാണ് വിശ്വാസി? മൻ റളിയ ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെടണം. ഹദ്ദാദ് ചൊല്ലും റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. അത് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ആരാണ് ഈമാനിന്റെ മധുരം കിട്ടിയവൻ? റളീനാ ബില്ലാഹി റബ്ബൻ, ഞാൻ അല്ലാഹുവിനെ വിശ്വസിച്ചു. ആർക്ക് വേണം അതിന്റെ വിശ്വാസം? വിശ്വാസമല്ല, തൃപ്തി വേണം. അല്ലാഹുവിനെ നിങ്ങൾ തൃപ്തിപ്പെട്ടു നോക്ക്. നിസ്കരിച്ചാൽ ആനന്ദം കിട്ടും, നോമ്പുറക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി വരും. അല്ലാഹുവിൽ തൃപ്തി വേണം. വിശ്വാസം പല രൂപത്തിലുണ്ടാവും. വിശ്വാസം അഭിനയിച്ചൂടെ, ബഹുമാനം അഭിനയിക്കും. കണ്ടാ ഭയങ്കര കൈപ്പെടുത്തോ കെട്ടിപ്പെടുത്തോ സലാമൊക്കെ അഭിനയാണ്. തൃപ്തിയിൽ അതില്ല. ഉണ്ടോ? തൃപ്തിപ്പെട്ടാൽ അത് 100% ആണ്. ഇസ്ലാമിനെ ദീനായിട്ട് തൃപ്തിപ്പെട്ടു. റസൂലേ, അങ്ങേ ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറയണം. അപ്പോൾ ആനന്ദങ്ങൾ വരും. അതുകൊണ്ട് നമ്മളൊക്കെ യാത്രക്കാരാണ്. വല്ലാണ്ട് ചിരിച്ച് കളിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ നമ്മുടെ തറാവിയൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ കാണാം. ഇപ്പൊ എന്തെല്ലോ കാണാം. ഞാനിങ്ങനെ മെപ്പയ്യൂർ വഴിയൊക്കെ വരുമ്പോ എന്തെല്ലോ ഉണ്ട്. തറാവിക്ക് ശേഷം എന്തെല്ലോ പാർക്കുകളോ എന്തെല്ലോ പക്ഷെ അങ്ങനെയൊക്കെ ഒരു ഫെസ്റ്റിവൽ മൂഡ്. അങ്ങനെയാണോ? കുറ്റം പറയാൻ എന്തിനെതിരെ വിമർശിക്കല്ല. നോമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭക്ഷണത്തിന്റെ ഫെസ്റ്റിവൽ ഒന്നും അല്ലേ. അങ്ങനെയേ അല്ല. നമ്മൾ ചിത്രങ്ങളെ അട്ടിമറിക്കുകയാണ്. തറാവിക്ക് ശേഷം ഉപ്പിലിട്ടത് എന്തൊക്കെയോ സംഭവങ്ങൾ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. തറാവിനുണ്ടോ? അതില്ല. ഉത്തമ നൂറ്റാണ്ടിന്റെ പ്രതിനിധിയാണ് സയ്യിദുനാ ഹസനുൽ ബസ്രി. നിങ്ങൾ സഹാബത്തിന്റെ ലിസ്റ്റ് ചെയ്യ്. 1-ാം നമ്പർ സഹാബിയാരാ? ഒന്നാം നമ്പർ സഹാബിയാരാ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അല്ലേ? അശറത്തുൽ മുബശ്ശറ, 10 സ്വർഗാവകാശികളായ സഹാബികളേതും. അങ്ങനെ ലക്ഷക്കണക്കിന് സഹാബിമാരിൽ അവസാനത്തെ പേര് എഴുതി ഒപ്പിട്ട് പിന്നൊരാളുടെ പേര് എഴുതും. അയാൾ സഹാബിയല്ല, അയാൾ നബിയെ കണ്ടിട്ടില്ല, നബിയെ നേരിട്ട് കണ്ടിട്ടില്ല. അവർക്ക് താബികൾ എന്ന് പറയും. ആ താബികളുടെ നേതാവാണ് സയ്യിദുനാ ഹസനുൽ ബസ്രി. അവർ ഒരുപാട് സഹാബിമാരെ കണ്ടിട്ടുണ്ട്, നബിയെ കണ്ടിട്ടില്ല. അവർക്ക് ആ താബികൾ എന്ന് പറയും. പിന്നെ തബഉ താബികളാണ്. അവരിങ്ങനെ നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അല്ലാണ്ട് ചിരിച്ച് തമാശ പറഞ്ഞു. അല്ലാണ്ട് ചിരിക്കുക, ഓവറായി ചിരിക്കുക. അപ്പൊ ചോദിച്ചു, മോനെ നീ സിറാത്ത് പാലത്തിലൂടെയൊക്കെ നടന്ന് എക്സ്പീരിയൻസ് ഉള്ള ആളാണോ? ഹസൻ തങ്ങൾ ചോദിക്കുകയാണ്, നീ സിറാത്ത് പാലമൊക്കെ നടന്ന് എക്സ്പീരിയൻസ് ആയ ആളാണോ? ചെറുപ്പക്കാരന് മനസ്സിലായി പറയുന്ന ആള് ചില്ലറക്കാരനല്ല, ഹസനുൽ ബസ്രി. ചെറുപ്പക്കാരൻ ഒന്ന് അടങ്ങി. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, ഹൽ തദ്രി അത്സീറു റൂഹുക ഇലൽ ജന്നതി അം ഇലൻ നാർ? മോനെ, നിന്റെ റൂഹ് ദുനിയാവെന്ന യാത്രയിൽ അനശ്വരമായി നിലകൊള്ളുന്ന നിന്റെ റൂഹുണ്ടല്ലോ, അത് നരകത്തിലാണോ സ്വർഗത്തിലാണോ? നിനക്ക് ഗ്യാരണ്ടി ഉണ്ടോ? വല്ല ഉറപ്പും നിനക്കുണ്ടോ? ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി. അപ്പം പറഞ്ഞു, പിന്നെ ചിരിക്കാനും കളിക്കാനും മാത്രമൊക്കെ ദുനിയാവിൽ എന്താ ഉള്ളത്? ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കേണ്ടവർ ഉപദേശിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണങ്ങൾ വിട്ടുപോകും. പിന്നെ ചിരിക്കാനും കളിക്കാനും മാത്രം ഈ ദുനിയാവിൽ എന്തടാ? നാട്ടുകാർ പറയായിരുന്നു പിൽക്കാലത്ത്, ആ സംഭവത്തിന്റെ ശേഷം ആ ചെറുപ്പക്കാരൻ ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ദുനിയാവത്രേ ഉള്ളൂ, കളിതമാശകൾക്കുള്ള നേരങ്ങളൊന്നുമില്ല. ഇതിനെ ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് കൊണ്ടുപോകണം. അല്ലാഹു അതിനെ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ ഈ പള്ളിയിൽ നമ്മൾ ഇവിടെ ഇരുന്നത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പിലത്തെ വർഷവും ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം പലരും മരിച്ചുപോയി. പ്രത്യേകിച്ച് എനിക്ക് അറിയുന്ന ആളുകളുണ്ട്. മൊയ്തുഹാജിയുടെ ഞാൻ അന്ന് വന്നപ്പോൾ അവരുടെ അമ്മോഷനോട് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് പരിചയപ്പെട്ടിരുന്നവരൊക്കെ മരിച്ചുപോയി. ഇവർക്കൊക്കെ അല്ലാഹു ഖബർ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പള്ളിയും ഇവിടുത്തെ ഒരു ദീനി സംസ്കാരമൊക്കെ രൂപപ്പെടുത്തി തന്ന പലരും ഖബറിലേക്ക് താമസം മാറി. പഠിച്ചോനെ അവരുടെ അർവാഹുകളിലൊക്കെ വെളിച്ചം കൊടുക്കണേ റബ്ബേ. അവര് നല്ല ദീനിന് ചെയ്ത സേവനങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ.
അല്ലാഹുവേ മുസ്ലിങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റബ്ബേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് നീ സമാധാനം കൊടുക്കണേ റബ്ബേ. ജൂതന്മാരെ നീ പരാജയപ്പെടുത്തണേ റബ്ബേ. നസാറാക്കളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ ദീനിന്റെ ഷിആറുകളെ നശിപ്പിക്കുന്നവരെ നീ ദുനിയാവിൽ വെച്ച് മുച്ചൂടം നശിപ്പിക്കണേ തമ്പുരാനെ. മുസ്ലിം ഭടന്മാർക്ക് നീ ശക്തി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബക്കാരും നാട്ടുകാരൊക്കെ പല പ്രദേശങ്ങളിൽ പല രാജ്യങ്ങളിൽ ബേജാറുള്ള അവരൊക്കെ മനസ്സിൽ നീ ഹിമ്മത്ത് കൊടുക്കണേ റബ്ബേ. സുരക്ഷ നൽകണേ തമ്പുരാനെ. പഠിച്ചോനെ ഞങ്ങളൊക്കെ മരിച്ചുപോയാലും ഇങ്ങനെ ദുആഇക്കുന്ന മജ്ലിസിൽ ഞങ്ങൾക്കൊക്കെ ബാക്കിയാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ ആരോഗ്യം നിലനിർത്തി തരണേ റബ്ബേ. പഠിച്ചോനെ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു വാപ്പാക്ക് ഷുഗർ കൂടിയിട്ടുണ്ട്, കാല് മുറിച്ചു, MMC-യിൽ വെച്ച് കാല് മുറിച്ചിട്ടുണ്ട്. അതല്ല, മുറിവ് ഉണങ്ങുന്നില്ല, പാപ്പാന്റെ മുട്ടും വന്ന് വാസന വരുന്നു. പഠിച്ചോനെ ഞങ്ങളെ കാക്കണേ റബ്ബേ. കയ്യും കാലും ഒക്കെ മുറിച്ചു മാറ്റുന്ന അസുഖങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. പഠിച്ചോനെ മറ്റുള്ളവർക്ക് വെറുപ്പും അറപ്പും തോന്നുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ മുക്തി തരണേ റബ്ബേ. കരുണക്കടലായ റബ്ബേ നിന്റെ കാരുണ്യം കൊണ്ട് രക്ഷിക്കണേ റബ്ബേ. നിന്റെ കാരുണ്യത്തിലാണ് പ്രതീക്ഷ. കരുണ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഉമ്മക്ക് ദോഷം പൊറുക്കണേ റബ്ബേ. ഞങ്ങൾ ഉപ്പക്ക് ദോഷം പൊറുക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യമാർക്ക് ദോഷം പൊറുക്കണേ റബ്ബേ. ഇമ്മഫറത്തിന്റെ വർക്കിൽ ഞങ്ങളിൽ നിന്ന് മരിച്ചവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പെൺമക്കൾക്കൊക്കെ അനുയോജ്യരായ ഭർത്താക്കന്മാരെ നൽകണേ റബ്ബേ. ഞങ്ങൾ ആൺകുട്ടികൾക്കൊക്കെ സ്വലാഹിയത്തുള്ള പെൺകുട്ടികളെ നൽകണേ റബ്ബേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ നീ ഇസ്ലാമിന്റെ വെളിച്ചം നൽകണേ റബ്ബേ. ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ എന്തായാലും അതിന് നീ ബർക്കത്ത് തരണേ റബ്ബേ. അതിന് നീ ഖൈറ് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ എവിടെ ചെന്നാലും അഭിമാനത്തോടെ അലമിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് പറയാനുള്ള തൗഫീഖ് തരണേ റബ്ബേ. ആരോടും ഇസ്ലാം പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് നിലനിർത്തി തരണേ റബ്ബേ. അല്ലാഹുവേ നടുറോഡിൽ വെച്ച് മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചേർക്കല്ല റബ്ബേ. ഇന്നലെ നടുവണ്ണൂരിൽ വെച്ച് 2 ചെറുപ്പക്കാര് ബൈക്കടിച്ചങ്ങ് ചതഞ്ഞു പോയി. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റബ്ബേ. പഠിച്ചോനെ റോഡിലൂടെ സഞ്ചരിക്കുന്നവരാ, ചെറിയ അശ്രദ്ധ കൊണ്ട് ഞങ്ങളെ ഈ അപകടത്തിലൊന്നും എത്തിക്കല്ല തമ്പുരാനെ. ചോദിക്കാൻ അർഹതയില്ലെങ്കിലും ഈ മാസത്തിൽ നീ തരുന്ന കാരുണ്യത്തിൽ ഞങ്ങളെയും അങ്ങ് ചേർക്കണേ റബ്ബേ. വീടിന്റെ പറമ്പിൽ ഉമ്മ മട്ടല് കയറുന്നത് പോലെ ഞങ്ങളൊരു ടേബിളിൽ കിടത്തി കത്തി കൊണ്ടും മഴ കൊണ്ടും വെട്ടിക്കേറുന്ന പോസ്റ്റ്മോർട്ടത്തെ തൊട്ട് കാക്കണേ റബ്ബേ. ഞങ്ങൾ മരിച്ചാൽ ഒരുപാട് ആൾക്കാരെ കൊണ്ട് മയ്യത്ത് നിസ്കരിപ്പിക്കണേ റബ്ബേ. നല്ലത് പറയുന്നവരെ തരണേ റബ്ബേ. ഞങ്ങളെ കബറ് പുറത്തു വന്നൊക്കെ ദ്വാരിക്കുന്ന സന്തതി പരമ്പരയെ നിലനിർത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഇത്തരം ദീനിനെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് നാട്ടില്. പഠിച്ചോനെ ദീനിനെ കൊണ്ട് നടക്കുന്നവരെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. പള്ളിക്കും മദ്രസക്കും വേണ്ടി ഓടി നടക്കുന്നവരെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നാട്ടിലെ സമ്പന്നന്മാരുടെ സമ്പത്തിലൊക്കെ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. അവരെ കൊണ്ട് ദീനിനെ ശക്തിപ്പെടുത്തണേ റബ്ബേ. അവരെ കൊണ്ട് പാവപ്പെട്ടവരെ സഹായിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഉമറാക്കൾക്കും ഉലമാക്കൾക്കും നീ ഇസ്സത്ത് നിലനിർത്തണേ റബ്ബേ. ഐക്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെ ചുറ്റുപാടും താമസിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും, ഏത് ജാതിക്കാരാവട്ടെ മതക്കാരാവട്ടെ, അവർക്കൊക്കെ നീ സന്തോഷം കൊടുക്കണേ റബ്ബേ. അവർക്കൊക്കെ സമാധാനം നൽകണേ റബ്ബേ. കുടിക്കുന്ന വെള്ളത്തിൽ ശിഫ നൽകണേ അല്ലാഹ്. പഠിച്ചോനെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശിഫ നൽകണേ തമ്പുരാനെ. ഒരുപാട് കഴിക്കണ്ട, ഉള്ളതിൽ നീ ബർക്കത്ത് നിലനിർത്തി തരണേ തമ്പുരാനെ. പലരും പല സമയത്തൊക്കെ ദ്വാരക്കണമെന്ന് പറയും. അവരുടെ ആ ഉദ്ദേശങ്ങളൊക്കെ സഫലമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ ആരോഗ്യം നിലനിർത്തി തരണേ തമ്പുരാനെ. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعله شفيعا لنا لا خصيما علينا. പഠിച്ചോനെ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റമദാൻ കൊണ്ട് വിജയിച്ചവരാക്കണേ റബ്ബേ. അടുത്ത റമദാൻ വരെ ഞങ്ങൾക്ക് ആയുസ് നീട്ടി തരണേ റബ്ബേ. ഞങ്ങളെ നീ ജീവിപ്പിക്കണേ തമ്പേ. ഖൈറുണ്ടെങ്കിൽ ഞങ്ങൾ ആയുസ് നീ നീട്ടിത്തരണേ തമ്പുരാനെ. പഠിച്ചോനെ പള്ളിയിൽ വരണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് എന്നോട് പലരും പറയാറുണ്ട്, ആരോഗ്യ പ്രശ്നം കൊണ്ട് വരാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് അവർ യൗവനകാലത്ത് ചെയ്ത പ്രതിഫലം നീ കൊടുക്കണേ തമ്പുരാനെ. അവർക്കൊക്കെ നീ സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങളിങ്ങനെ ശീലീകരിച്ച AC ഉള്ള വണ്ടി കുത്തിന്ന് വരവ് പറയുക, ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ കുത്തിരിക്കുന്നവരില്ലേ, ഇന്ന് ഉപ്പാന്റെ മെഡിസിനുള്ള പൈസ ഇല്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്ന മക്കളില്ലേ, അവർക്കൊക്കെ സമാധാനം കൊടുക്കണേ റബ്ബേ. ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ. ജീവിതത്തിന്റെ വിവിധ തുറകളിൽ ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, പഠിച്ചവര്, പഠിക്കുന്ന കാലത്ത് സഹായിച്ചവര്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര്, സാമ്പത്തികമായി സഹായിച്ചവര്, ഞങ്ങൾക്ക് ജോലി തന്നവര്, ഞങ്ങളെ പിതാവിനെ പോൽ സ്നേഹിക്കുന്ന ആൾക്കാര് എല്ലാവരെയും നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. ഈ പ്രദേശത്ത് നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ.
ഞങ്ങളുടെ അനുയോജ്യരായ ഭരണാധികാരികളെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ ദ്രോഹിക്കുന്ന ഭരണാധികാരികളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ രാജ്യത്തിന് നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ റബ്ബേ. GCC രാജ്യങ്ങളിലെ സഹോദരന്മാർക്കൊക്കെ സന്തോഷം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ദീനിന്റെ ഇൽമിന്റെ ബന്ധം ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തി തരണേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും, ഞാനൊരു വലിയ വാദറിയുന്ന ആളൊന്നുമല്ല, നിങ്ങളൊക്കെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വന്നത്. പ്രത്യേകിച്ച് ചുണ്ടയിൽ മൊയ്തുകാഴ്ചയായിട്ടുള്ള അവര് വളരെ പിതൃതുല്യമായി സ്നേഹം നൽകുന്ന അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനത്തിലെ അധ്യാപകരെന്നൊക്കെ വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചപ്പോൾ പ്രത്യേകിച്ച് ഫസലുർ റഹ്മാൻ ഫൈസി എനിക്കിങ്ങനെക്കാളും ബന്ധമുള്ള ആളാണ്. എൻ്റെ തൊട്ടടുത്ത മഹലിലാണ് അദ്ദേഹം വർഷങ്ങളോളം ജോലി ചെയ്ത്. നാട്ടുകാർക്ക് അദ്ദേഹം ഒരു മുത്താണ്. വലിയ സ്നേഹത്തോടെ വലിയ വിനയത്തോടെ പ്രവർത്തിക്കുന്ന ആളാണ്. ആ ബന്ധങ്ങളൊക്കെയാണ് അല്ലാഹു നിലനിർത്തി തരട്ടെ. അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ഉസീക്കും ബിദുആ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.